ഇന്നല്ലെങ്കിലും നാളെ നമ്മളൊക്കെ മരിച്ചു പോകും. തീർച്ചയാണ്, യാതൊരു സംശയവുമില്ല. മരണത്തിന്റെ ശേഷവും നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ആളുകൾ നല്ലത് പറയണം. ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറയണം. അതിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അള്ളാഹു നമ്മൾക്ക് അതിന് ഭാഗ്യം തരട്ടെ. എപ്പോഴാണ് പോവുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഏത് സമയത്താണ് യാത്ര എന്നറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്ന, മുആദേ, ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരുണ്ടല്ലോ, എല്ലാവരും നാളെ പരലോകത്തിലോട്ട് കടന്നു വരുന്നത്, എല്ലാവരും നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത് 12 കോലത്തിലാണ്. മുആദേ, 12 കോലത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 12 കോലത്തിലാണ് നമ്മളെല്ലാവരും പോകുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്ന, മുആദേ, അതിലു 11 വിഭാഗങ്ങളും നരകത്തിലാണ്. 11 വിഭാഗങ്ങളും നരകത്തിലാണല്ലോ. 12ാമത്തെ ഒരു വിഭാഗം മാത്രമാണ് നാളെ പരലോകത്തിലോ സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 12 കോലത്തിലാണ് നാളെ ആഖിറത്തേക്ക് വരുന്നത്. അതിൽ 11 വിഭാഗങ്ങളും നരകത്തിലാണ്. ഒരു വിഭാഗം മാത്രമാണ് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത്, നബി മുഹമ്മദ് മുസ്തഫ. ആ 12 കോലവും ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആ തുടക്കത്തിലുള്ള കണ്ടീഷൻ മതി. ആ 12 കോലവും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. കൂടുതൽ നീട്ടിപ്പരത്തിയിട്ട് നിങ്ങളുടെ ക്ഷമ പരിശോധിക്കില്ല ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് എങ്ങനെയാണ് റബ്ബിന്റെ മുന്നിലേക്ക് പോകുന്നത്? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ രണ്ടാമതായി ഊതുകയാണ്. എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പരലോകത്തിലേക്ക് പോകും. 12 കോലം. അതിൽ ഒന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, യാ മുആദ്, നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരലോകത്തിലോട്ട് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം ആരാന്നറിയുവോ? ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ. 2 കൈയും 2 കാലും ഇല്ലാത്തവരാണ്. നാളെ പരലോകത്തിൽ വരുമ്പോ 2 കൈകാലുകളില്ലാതെ കടന്നു വരികയാണ്. ഇവിടന്ന് മരിക്കുമ്പോ കൈകാലുകളുണ്ട്, ഖബറിലേക്ക് വെച്ചപ്പോ കൈകാലുകളുണ്ട്. പക്ഷേ പടച്ചവന്റെ കോടതിയിലേക്ക് പോകുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തില് രണ്ടാമതായി ഊതിക്കഴിഞ്ഞ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോ 2 കൈയുമില്ല 2 കാലുമില്ല. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ 2 കൈയുമില്ല 2 കാലുമില്ല. മുആദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിച്ചു, നബിയേ, ആരാണ് റസൂലേ, ആരാണ് റസൂലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, മുആദേ, നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, കൈകാലുകളില്ലാതെ കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഔലാഇല്ലദീന യുദൂനിൽ ജീറാൻ. അയൽവാസിയെ പ്രയാസപ്പെടുത്തിയവരാണ്, അയൽവാസിയുടെ മനസ്സിന് വേദന കൊടുത്തവരാണ്. എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ അയൽപക്ക ബന്ധങ്ങള്, പരിസരത്തുള്ള ആളുകള്, അവരെ മനസ്സിന്റെ ഉള്ളില് പ്രയാസങ്ങൾ കൊടുത്ത നാളെ പടച്ചവന്റെ കോടതിയിലോട്ട് കടന്നു വരുമ്പോ 2 കൈയും 2 കാലുമില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ എല്ലാ
എല്ലാവരും അത് കേട്ടുകൊണ്ട് കരയുകയാണ്. മുആദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ഇത്രയേറെ കരഞ്ഞ മറ്റൊരു സമയമില്ല. ഈ ഹദീസ് പറയുമ്പോഴാണത്രേ അല്ലാഹുവിന്റെ പ്രവാചകന് ഏറ്റവും കൂടുതൽ കരഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോകുന്നത് ഈ ഹദീസ് പറഞ്ഞപ്പോഴാണ്. ഈ ഹദീസ് സ്വഹാബത്തിനോട് പറയുമ്പോഴാണ് മുത്തനബി തങ്ങൾ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോയത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു കരയാൻ. എന്ത്? ഒന്നാമത്തെ വിഭാഗം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവർ, രണ്ട് കൈയുമില്ല രണ്ട് കാലുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിത് കാണാതെ പഠിക്കണമെന്നാണ് വളരെ സ്നേഹത്തോടെ ഉണർത്താനുള്ളത്. ആനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരിങ്ങനെ ഇരിക്കുമ്പോ ഒരു മയ്യത്ത് മുന്നിലൂടെ കൊണ്ടുപോവുകയാണ്. ഒരു മയ്യത്ത് മുന്നിലൂടെ കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഫാറൂഖ് തങ്ങളടുത്ത് കുറെ പേരുണ്ട്. ഫാറൂഖ് തങ്ങൾ ഇവരോട് ചോദിച്ചു, ആ മയ്യത്തിനെ നിങ്ങൾ അറിയുമോ? അറിയും. പരിസരത്തുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ അയൽവാസി, ഞങ്ങളുടെ നാട്ടുകാരനാണ്, അയാൾ നല്ല മനുഷ്യനാണ്. ആ മയ്യത്ത് ശവമഞ്ചത്തിലുള്ള മയ്യത്ത് കെട്ടില്ലാത്ത കിടക്കുന്ന മയ്യത്ത് കൊണ്ടുപോകാൻ അയാൾ നല്ലവനാണെന്ന് ആര് പറഞ്ഞു? ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു. ഇത് കേട്ടപ്പോ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വജബത്ത് ലഹുൽ ജന്ന, ആ മനുഷ്യന് സ്വർഗ്ഗത്തില്, ആ മനുഷ്യൻ എന്തായാലും സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് പറഞ്ഞു. ആളുകൾ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ആ മനുഷ്യൻ അറിയില്ലല്ലോ, ആ മനുഷ്യൻ ആരാന്ന് നിങ്ങൾക്ക് അറിയുക പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആ മനുഷ്യൻ സ്വർഗ്ഗത്തിലാന്ന് പറഞ്ഞത്? ആ സമയത്ത് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഷഹീദ ലഹു അർബഅത്തുൻ ഖൈറാ, ഒരു മനുഷ്യനെ പറ്റി നാലാളുകൾ നല്ലത് പറഞ്ഞാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ മനുഷ്യനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളാണ് പറയുന്നത്, ഒരാളെ പറ്റി നാലാളുകൾ നല്ലത് പറഞ്ഞ അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമേ മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തേ സംഭവം? ഒരാളെ പറ്റി നാലാളുകൾ നല്ലത് പറയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൂടുതൽ ആള് പറയണ്ട, നാലാളുകൾ. സഹാബികൾ ചോദിക്കുകയാണ്, മഹാനായ ഫാറൂഖ് തങ്ങൾ ഇത് റിപ്പോർട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ആ മനുഷ്യന് ആ തെറ്റുകാരനാണെങ്കിലോ തിന്മയുടെ അഹിലുകാരനാണെങ്കിലോ, നാലാളുകൾ നല്ലതൊക്കെ പറഞ്ഞു, പക്ഷേ ആ മനുഷ്യൻ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് തിന്മ ചെയ്തയാളാണെങ്കിലോ, വ്യക്തി ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ആളാണെങ്കിലോ എല്ലാവരും അയാൾ നല്ലവനാണെന്ന് പറയുന്നു, പക്ഷെ ഒറ്റയ്ക്ക് അയാൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നയാളാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ആ മനുഷ്യനെ നാട്ടുകാർ മുഴുവനും അല്ലെങ്കിൽ 4 പേരെങ്കിലും നല്ലത് പറഞ്ഞാൽ ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ആളെങ്കിലും നല്ലത് പറഞ്ഞാൽ അയാൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാട്ടുകാരൻ മുഴുവനും അയാളെ പറ്റി നല്ലതാ പറയണേ, ഇനി ഞാനായിട്ട് എന്ത് ചെയ്യണ്ട, അയാളെ കുറ്റപ്പെടുത്തണ്ട, അയാളെ നരകത്തിൽ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് തീരുമാനിച്ചോ, ഇന്ന് രാത്രി ഞാൻ മരിച്ച നാളെ എന്നെ പറ്റി നാട്ടുകാരെന്ത് പറയും? എല്ലാവരും നമ്മൾ ആലോചിക്കുക, കൽബിനോടൊന്ന് ചേർത്ത് ചിന്തകൾ. എന്റെ പ്രിയപ്പെട്ടവർ, ഇപ്പൊ 1 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് രാത്രി ഞാൻ മരിച്ച നാളെ ഒരു 10-12 മണിയാകുമ്പോഴേക്ക് ഞാൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും വന്ന് കിടക്കും.
പിന്നീട് എന്റേത് കഴിഞ്ഞു. എന്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് കാറുണ്ട്, എനിക്ക് ബൈക്കുണ്ട്, എല്ലാം ഉണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്. അതൊന്നും എന്റെ കൂടെ വരില്ല. എന്റെ പോക്കറ്റിലേക്ക് ആരും എന്റെ ATM കാർഡ് തിരികെ വെക്കില്ല. എന്റെ കഫം പുടവക്കുള്ളിലേക്ക് ഇവൻ വലിയ ബിസിനസ്സുകാരനല്ലേ, കിടക്കട്ടെ അവന്റെ കാറിന്റെ താക്കോൽ എന്ന് പറഞ്ഞ് ആരും വെക്കൂലല്ലോ. അതിന്റെ അവകാശം മറ്റുള്ളവരാണ്. അങ്ങനെ ആവട്ടെ, എല്ലാം കൊണ്ടുപോയി. പക്ഷെ എന്നെ പറ്റി എന്റെ നാട്ടുകാർ നല്ലതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, എന്നെ പറ്റിയിട്ട് എന്റെ നാട്ടുകാർ നല്ലത് പറയണം. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ആരാണ് ഈ നാലാളുകൾ? നാലാള് നല്ലത് പറഞ്ഞാൽ സ്വർഗമുണ്ടെന്ന്. നാലാള് ആരാണ് ഈ നാലാളുകൾ? സഹാബത്ത്. ഈ ഹദീസിന് ഒരുപാട് സഹാബത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, മുഹദ്ദിസുകൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും എഴുതി വെക്കുകയാണ്. ആ മനുഷ്യനെ ഏറ്റവും അടുത്തറിയുന്ന അവന്റെ കുടുംബക്കാരും നാട്ടുകാരും എന്ന സ്വഹാബാക്കളും അതുപോലെ മുഹദ്ദിസുകളും ഒക്കെ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുകയാണ്. സലീം വാഫി മരണപ്പെട്ടു. ഈ പള്ളിപ്പുഴക്കാർ വാട്സപ്പിലൂടെ മറ്റോ അറിഞ്ഞു, ആ നല്ല മനുഷ്യനാ, കാര്യമില്ല. എന്നെ പറ്റി എന്റെ നാട്ടുകാർ എന്ത് പറയും? എന്റെ ഭാര്യ, ഞാൻ കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ ഭാര്യക്ക് പറയാൻ കഴിയണം സലീം നല്ലവനാണ്. ഞാൻ മരിച്ച എന്റെ വാപ്പാക്ക് പറയാൻ കഴിയണം. ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു, ഈ അർബ എന്ന് പറഞ്ഞത് കൊണ്ട് വിവക്ഷിക്കുന്നത് ഓന്റെ വാപ്പയാണ്, അവന്റെ ഭാര്യയാണ്, മക്കളാണ്, കൂട്ടുകാരാണ്, നാട്ടുകാരാണ്, കുടുംബക്കാരാണ്. നമ്മളെപ്പറ്റി പുറം ലോകത്ത് നല്ല ഖ്യാതിയാണ്, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവൾക്ക് നമ്മളെ പറ്റി നല്ല അഭിപ്രായമുണ്ടോ? ഓരോരുത്തർ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ അയൽവാസികളുണ്ടല്ലോ, അവർക്കെല്ലാം നമ്മളെ പറ്റി നല്ല അഭിപ്രായമുണ്ടോ? ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, അത് അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് കടത്തുകയാണ്. എന്തേ? നാലാളുകളെങ്കിലും മിനിമം അയാള് നല്ലവനാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനിക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ തങ്ങൾ നുണ പറയില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നതെല്ലാം വഹീന്റെ വെളിച്ചമാണ്. വഹീന്റെ വെളിച്ചമായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുണ പറയാറില്ല, കള്ളത്തരം പറയാറില്ല. ഹബീബ് പറയുന്നത് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നതാണ്, അല്ലാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നാലോചിക്കുക, ഇപ്പോ എന്നെ പറ്റിയിട്ട് കുറച്ച് ആൾക്കാർ നല്ലത് പറയണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കുറച്ച് നന്നാകണം. ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. എൻ്റെ ജീവിതം, വ്യക്തി ജീവിതമൊക്കെ ഒന്ന് ഉഷാറാക്കണം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന തെറ്റല്ല ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മൾ സമൂഹത്തിൽ ആരാന്നതാണ്. ഒറ്റക്ക് ഞാൻ ഒരു മദ്യപിച്ചു, പാടില്ലാത്തതാണ്. ഞാൻ അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ എനിക്ക് പുറത്തിറങ്ങേ റബ്ബേ. അള്ളാഹു ഇത് പുറത്തരും. ആൾക്കാരുടെ ഇടയിൽ ഫിത്ന ഉണ്ടാക്കി, സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഛിദ്രത ഉണ്ടാക്കിയാൽ എത്ര ആളോട് അത് പൊരുത്തം വാങ്ങിക്കേണ്ടി വരും, എത്ര ആളോട് നമ്മൾ മാപ്പ് ചോദിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും വ്യക്തി ജീവിതത്തിലുള്ള തിന്മകൾക്ക് അപ്പുറം ഈ സമൂഹത്തിൽ ഞാൻ ആരാണ്, നമ്മൾ ആരാണ് എന്ന് ആലോചിക്കുക. ആളുകൾക്കിടയിൽ നമുക്ക് നിലയും വിലയും ഉണ്ടാക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് റബ്ബിന്റെ മുന്നിലേക്ക് പോകും. എല്ലാവരും പഠിച്ചോളൂ. 12 കോലം ഞാൻ പറയുള്ളൂ. അതിൽ 6 എണ്ണം എത്തിയാൽ നിങ്ങളോട് ചോദിക്കും. ആരെങ്കിലും ഒരാൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞാൽ അയാൾക്കൊരു സമ്മാനം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അവർക്കും അവരുടെ കുടുംബത്തിന് വേണ്ടി സദസ്സിനെ ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യിപ്പിക്കും. അതാണ് ഏറ്റവും വലിയ സമ്മാനം. അതാണ് അതിന്റെ പുറമെ ഒരു സമ്മാനം, ഏറ്റവും വലിയ സമ്മാനം എന്താ കിട്ടുക? ഉത്തരം പറഞ്ഞ ആളെ എഴുന്നേറ്റ് നിർപ്പിക്കും. എത്രയും ആളെ കൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അത് ഏറ്റവും വലിയ സമ്മാനം. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് കാണാതെ പഠിക്കുക. അല്ലാതെ കുറെ വാല് കേട്ടു, ഒരു കാതിലൂടെ കേട്ടു, മറുകാതിലൂടെ അങ്ങോട്ട് റിലീസ് ചെയ്തു പോയി അല്ലേ, അതുണ്ടാവരുത്. ഇന്നത്തെ പ്രഭാഷണം എന്ത് ചെയ്യണം? നിങ്ങൾ കാണാതെ വീട്ടിലെത്തിയാലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? ഖബറിൽ 3 കാര്യം ഉപകാരം ഉണ്ടാവുള്ളൂ. ഒന്നെന്താണ്? ദുആ ചെയ്യുന്ന മക്കളാ. 2 ജാരിയായ സ്വതക്കയാണ്. 3 ഇൽമാണ്, ഉപകാരമുള്ള അറിവ്. അങ്ങനത്തെ ഒരു അറിവാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും കാണാതെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ വിഭാഗം
ഖബറിന് കയ്യുമില്ല കാലുമില്ല. അവർ ചെയ്ത തെറ്റ് അയൽവാസികളെ പ്രയാസപ്പെടുത്തിയവരാണ്. അല്ലേ? ഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, ഇതങ്ങേക്കുള്ള ഭക്ഷണമാണ് നബിയേ. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടാ കടന്നു വരുന്നത്. ആ ഭക്ഷണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഈ ഭക്ഷണം അങ്ങേക്കുള്ളതാണ് നബിയേ. ഈ ഭക്ഷണം അങ്ങേക്ക് സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ആയിഷ, ജൂതനായ അയൽവാസിയുണ്ടല്ലോ, അയൽവാസിയായ ജൂതന് നീ കൊടുത്തോ ആയിഷ? ആയിഷ ബീവി പറഞ്ഞു, നബിയേ, ഇല്ല നബിയേ, ഞാൻ അയൽവാസിക്ക് കൊടുത്തില്ല നബിയേ. അയൽവാസിക്ക് ഉണ്ടാക്കിയതല്ല, അങ്ങേക്ക് വേണ്ടി ഭാഗം ചെയ്തതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ആയിഷ, ഞാനത് തിന്നൂല ആയിഷ, ഞാനത് തിന്നൂല ആയിഷ, ആ ഭക്ഷണം എനിക്ക് വേണ്ട ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകര് ആ ഭക്ഷണം വേണ്ട എന്ന് പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആ ഭക്ഷണത്തിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് ജൂതനായ മനുഷ്യന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നതിന്റെ ശേഷമാണല്ലോ ലോകത്തിന്റെ നായകരായ മദീനയുടെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കുന്നത്. എപ്പോ? അയൽവാസിക്ക് കൊടുത്തതിന്റെ ശേഷമാണ്. അതും ഒരു മുസ്ലിം പോലുമല്ല, ഒരു ജൂതനായ അയൽവാസിയാണ്. അത്രയേറെ പ്രാധാന്യമാണ് മുസ്ലിമീങ്ങളുമായ നമ്മുടെ പരിസരത്തുള്ളവരോട് എങ്ങനെയാണ് നമ്മൾ മോശമായി പെരുമാറുന്നത്. അല്ലേ? നിസാരായ പ്രശ്നമായിരിക്കും. ഇത്തിരി പോന്ന ഒരു വഴി കുറച്ച് സ്ഥലം വിട്ടുതരുമോ? എത്ര ലക്ഷം വേണമെങ്കിൽ തരാം. അത് പറഞ്ഞ പിറ്റേന്ന് തന്നെ ഇറക്കിച്ചിട്ട് നമ്മൾ അവിടെ വലിയൊരു മതിലങ്ങ് കിട്ടും. വേണ്ട, ഒരിറ്റ് സ്ഥലം തരൂല. എത്ര ലക്ഷം തന്നാലും കുഴപ്പമില്ല, തന്നില്ലെങ്കിലും വേണ്ട, നിന്റെ വീട്ടിലേക്ക് വണ്ടി പോകരുത്. അല്ലേ? ഇങ്ങനെയൊക്കെ കുദുസായ ചിന്ത അവർക്ക് വേണ്ടിയാണ്. നാളെ മരിച്ചിട്ട് മയ്യത്തായി കിടക്കണ ബേക്കി വന്നിട്ട് അല്ലാഹുവേ നീ പുറത്തെടുക്കണമെന്ന് ആദ്യം ഒന്ന് പറയേണ്ടവരാണ് അയൽവാസികൾ. വീട്ടിൽ മരിച്ചു കിടക്കുമ്പോൾ വന്നിട്ട് നമ്മുടെ മുറ്റത്ത് വന്നിട്ട് ഈ ടാർപോളിൻ വന്നിട്ട് വലിച്ചു കെട്ടേണ്ടവരാ അയൽവാസികൾ. നമ്മുടെ വീട്ടിൽ കസേര നിരത്തി ആളുകളോടെല്ലാം വിളിച്ചു പറഞ്ഞ് ഇന്നാലിനാള് മരിച്ചിട്ടുണ്ട്, അത്യാവശ്യ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് ചെയ്യേണ്ട പരിസരത്തുള്ള ആളുകൾ അവരോട് തെറ്റി നിക്കല്ലേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നു, സ്വഹാബാ, അയൽവാസികളോട് നല്ല പോലെ പെരുമാറാത്തവരുണ്ടല്ലോ, അവർക്ക് ദാരിദ്ര്യം കടന്നു വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സമയം കുടുസായതുകൊണ്ട് ഞാൻ വ്യാഖ്യാനങ്ങൾ മാത്രം പറയുകയാണ്. അയൽവാസികളോട് മാന്യമായി പെരുമാറാതെ അവരെ മനസ്സിന് വേദന കൊടുത്താൽ ദാരിദ്ര്യം വരുമേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തത് പഠിച്ചു, അയൽവാസികളെ ഇന്നു മുതൽ നല്ലപോലെ പെരുമാറുള്ളൂ. എല്ലാവരും, ഞാനും നിങ്ങളൊക്കെ വെറുതെ കുശുമ്പും വൈരാഗ്യവും മനസ്സിൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. യൂസ്ലെസ് ആയിട്ടുള്ള ലോകത്ത് ഒരു ഉപകാരമില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. മനുഷ്യന് എന്നല്ല ഒരാൾക്കും ഉപകാരമില്ലാത്ത കാര്യം അല്ലേ? ഒരാള് നല്ല കച്ചവടം ചെയ്താണെങ്കിൽ അത് അവന് ഉപകാരമാണ്, നാട്ടുകാർക്ക് ഉപകാരം. ഒരാൾ നല്ല പോലെ വാല്യൂ പറയാണ്, അദ്ദേഹത്തിന് ഉപകാരമാണ്, നാട്ടുകാർക്ക് ഉപകാരമാണ്. ഒരാൾ നല്ല പോലെ ഈ മഹല്ല് സംവിധാനങ്ങളെ ഭരിക്കുന്നു, നല്ല പ്രസിഡന്റാണ്, നല്ല സെക്രട്ടറിയാണ്, നല്ല ട്രഷറാണ്, നല്ല സ്വദറാണ്, നല്ല ഉസ്താദാണ്, അവർക്ക് ഉപകാരം, ആഖിറത്തിൽ ഉപകാരം, നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരം. അല്ലേ? എല്ലാത്തിനും ഭൂമിയിൽ ഉള്ള സംഭവങ്ങളാണ് ഏകദേശം ഒക്കെ. ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഉള്ള അമല് മുഴുവൻ അതുകൊണ്ട് നഷ്ടമാകും. സമൂഹത്തിൽ നിലയും വിലയും നഷ്ടപ്പെടും. ഒരു ഉപകാരം ഉണ്ടാവില്ല. എന്ത്? കുശുമ്പും അസൂയയും മനസ്സിലുണ്ടാകും. ഒരു കാര്യമില്ല. അതുകൊണ്ട്
നമുക്ക് ഉള്ള വില പോവാന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നിന്ന് നമ്മളത് കഴുകിക്കളയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ വിഭാഗം നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ വിഭാഗത്തിലേക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെല്ലോ കേൾക്കാതെ ഇതങ്ങോട്ട് കാണാതെ ബൈഹാട്ട് പഠിച്ചിട്ട് പോവാണ്. ഇൽമാണത്. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, സലീം വാഫി പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് പഠിച്ചാൽ പുണ്യവാ, ഖബറിനകത്ത് കൂലി കിട്ടും. അതുകൊണ്ടാണ് പഠിക്കാൻ പറയുന്നത്. എല്ലാവരും ഓർത്ത് വെക്കുക. കാണാതെ പഠിക്കുന്നവർക്കൊക്കെ ഒരു സമ്മാനം അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. 6 ഞാൻ ചോദിക്കട്ടോ ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നു, മുആദേ, നാളെ പരലോകത്തിലോട്ട് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗം ആരാന്നറിയുവോ? അലാ സൂറത്തിൽ ഖനാസീർ, പന്നിയുടെ കോലത്തിൽ നാളെ പരലോകത്തിലേക്ക് കടന്നു വരികയാണ്. ഖബറിലേക്ക് വെച്ചപ്പോ നല്ല മുഖമായിരുന്നു, നല്ല മനുഷ്യന്റെ രൂപമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അലാ സൂറത്തിൽ ഖനാസീർ, പന്നിയുടെ രൂപമാണല്ലോ, മുഖം പന്നിയുടെ കോലമാണല്ലോ. ആ രൂപത്തിൽ നാളെ പരലോകത്തിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാ കരയുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. എല്ലാവരും അവിടെ നിന്ന് കേട്ടവരല്ല കരയുകയാ. റസൂലുള്ളാഹി പറഞ്ഞു, മുആദേ, ആരാണ് ആ വിഭാഗമെന്നറിയോ? ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് നാളെ പരലോകത്തിലേക്ക് പന്നിയുടെ രൂപത്തിൽ വരുന്ന വിഭാഗം ആരാന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, യാ മുആദ്, അല്ലാഹുവേ, നാളെ പന്നിയുടെ കോലത്തിൽ വരുന്ന ഏറ്റവും ഹതഭാഗ്യരായ വിഭാഗങ്ങളിൽ പെട്ടവരാണല്ലോ. അവരാണ് നമസ്കാരത്തെ നിസാരമാക്കിയവരാണ്. അല്ലദീന യതഹവനൂന ഫിസ്സലാത്ത്, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചെയ്ത തെറ്റ്? രണ്ടാമത്തെ വിഭാഗം അവർ ചെയ്ത തെറ്റ് നിസ്കാരം നിസാരപ്പെടുത്തി. നിസ്കാരത്തെ എങ്ങനെയാ ഉസ്താദ് നിസാരമാക്കുന്നത്? അല്ലാഹു അക്ബർ കൈകെട്ടിയാൽ ഉള്ളത് മുഴുവനും ഭൗതികമായ ചിന്ത അല്ലേ? മുന്നിലൊരുത്തൻ നല്ല ജേഴ്സി ഇട്ടിരിക്കുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ ജേഴ്സിയാണ്. നമ്മുടെ മനസ്സിലേക്ക് കളിക്കളം കടന്നു വരുന്നു. നമ്മുടെ മനസ്സിലേക്ക് ഭൗതികമായ ചിന്തകൾ വരുമ്പോൾ സമയത്തിന് നമുക്ക് ഒരു പണിയില്ലാതെ ചുമ്മാ നിസ്കാരം പിന്തിപ്പിക്കുക. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ വേറെ തിരക്കൊന്നുമില്ല, പള്ളിയിലേക്ക് കയറാം, നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല, പള്ളിയുടെ ഫ്രണ്ടിലൂടെ അങ്ങോട്ട് പോവാം. ഇതൊക്കെ നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തുന്ന ഏർപ്പാട്. ഇങ്ങനെ നമസ്കാരത്തെ നിസ്സാരമാക്കുന്ന വിഭാഗം നാളെ റബ്ബിന്റെ മുന്നിക്ക് വരെ പന്നിയുടെ കോലത്തിലാണ്. ആ നേരത്ത് പടച്ചവന്റെ ഭാഗത്ത് നിന്നതാ വിളിച്ചു പറയുന്നു, മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നതാ വിളിച്ചു പറയുകയാണ്. ആളുകളെല്ലാം നോക്കുകയാണ്, പന്നിയുടെ കോലമാണല്ലോ, ആരാണ് കടന്നു വരുന്നത്? ആ നേരത്ത് പടച്ചവന്റെ ഭാഗത്തുനിന്ന് വിളിച്ചു പറയുന്നു, അവനാണ് നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവര്, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവര് എന്ന് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, പൊന്നാര പ്രവാചകര് അവിടം നുണ പറയാറില്ല. നാളെ പരലോകത്തിലേക്ക് പന്നിയുടെ കോലത്തിൽ കടന്നു വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാര് രേഖപ്പെടുത്തിയ മദീനത്ത് നടന്നൊരു സംഭവം ഞാൻ പറയുകയാണ്. നമസ്കാരത്തെ നിസാരപ്പെടുത്തിയ ഒരു പെണ്ണിന്റെ കഥ മഹാന്മാര്
രേഖപ്പെടുത്തുകയാണ്. അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങളെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മദീനയിലുള്ള ഒരു പെണ്ണ് മരിക്കുകയാണ്. ആ സഹോദരിക്ക് ആങ്ങളയുണ്ട്, ആ സഹോദരിക്ക് ഉമ്മയുണ്ട്. ഈ ആങ്ങളെയാണ് ഖബറടക്ക ചടങ്ങെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. രാവിലെയാ മരിക്കുന്നത്. വൈകുന്നേരമായപ്പോഴെല്ലാ ചടങ്ങും കഴിയുകയാണ്. ആങ്ങളെ വീട്ടിൽ വന്നു പോക്കറ്റ് നോക്കിയപ്പോഴാണ് പോക്കറ്റിൽ കിടന്ന പൈസ കാണാനില്ല, പോക്കറ്റിൽ കിടന്ന പണം കാണാനില്ല. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്റെ പോക്കറ്റിൽ കിടന്ന പൈസ നഷ്ടമായല്ലോ, നിങ്ങൾ കണ്ടിരുന്നോ ഉമ്മ? ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ കണ്ടിട്ടില്ല, മോനെ ഞാൻ കണ്ടിട്ടില്ല. പോക്കറ്റിൽ കിടന്ന പൈസയാണ് നഷ്ടമാകുന്നത്. രാവിലെ പെങ്ങൾ മരിച്ചു, വൈകുന്നേരമായപ്പോഴേക്ക് പെങ്ങളെ ഖബറടക്ക ചടങ്ങൊക്കെ കഴിഞ്ഞു വന്നതാണ്. സഹോദരൻ വീട്ടിൽ വന്നു, പോക്കറ്റ് നോക്കുമ്പോഴാണ് പോക്കറ്റിൽ കിടന്ന പൈസ കാണാനില്ല, പോക്കറ്റിൽ കിടന്ന പൈസ കാണാനില്ല. ഉമ്മക്കറിയില്ല, കൂട്ടുകാർക്കറിയില്ല, ഒരാൾക്കും അറിയില്ല. അവസാനം ആരോ പറഞ്ഞു കൊടുത്തു, മോനെ നിന്റെ പെങ്ങളുണ്ടല്ലോ, ആ പെങ്ങള് ലോകത്തോട് വിട പറഞ്ഞു. നീയാണല്ലോ ഖബറടക്ക ചടങ്ങിന് നേതൃത്വം കൊടുത്തത്. പെങ്ങളെ ഖബറിക്ക് വെക്കുമ്പോ പോക്കറ്റിൽ കിടന്ന പണമുണ്ടല്ലോ, ഖബറിലേക്ക് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പെങ്ങളെ ഖബറിക്ക് വെക്കുമ്പോ പോക്കറ്റ് കിടന്ന പൈസ ഇങ്ങനെ കുനിയുന്ന നേരത്ത് ഖബറിക്ക് ചാടിപ്പോയിട്ടുണ്ടാകും. ഇദ്ദേഹം വർഷങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണ്ണ നാണയങ്ങളും ദീനാറുകളൊക്കെ പൊതിഞ്ഞ് പോക്കറ്റിൽ വെച്ചതായിരുന്നു. പേഴ്സിനകത്താക്കി വർഷങ്ങൾ അധ്വാനത്തിന്റെ സ്വർണ്ണ നാണയങ്ങളും അദ്ദേഹത്തിന്റെ സമ്പാദ്യമാണ്. അതാണ് മുഴുവൻ നഷ്ടമായത്. ഇദ്ദേഹം നേരെ പള്ളിയിൽ ചെന്നു. കാരണം അഥവാ അങ്ങനെ പെങ്ങളെ ഖബറിനടിക്ക് വീണുപോയിട്ടുണ്ടെങ്കിലോ, വർഷങ്ങൾ അധ്വാനാണ്, അതെന്തായാലും കിട്ടണം. പെങ്ങളെ ഖബറിക്ക് വെച്ച് ഖബറടക്കമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്റെ പോക്കറ്റിൽ കിടന്ന പൈസ കാണാനില്ല. എല്ലാവരും പറയുന്നു, ഒരു സംശയം പ്രകടിപ്പിക്കുന്നു, ഞാനാണല്ലോ പെങ്ങളെടുത്ത് ഖബറിക്ക് വെച്ചത്, ഒരു പക്ഷേ പോക്കറ്റിൽ കിടന്ന പൈസ അങ്ങോട്ട് പോയിട്ടുണ്ടാകും. 1 മണിക്കൂറല്ലേ ഖബറടക്കമൊക്കെ കഴിഞ്ഞിട്ടായിട്ടുള്ളൂ, ഞാൻ എന്റെ പെങ്ങളുടെ ഖബറൊന്ന് മാന്തി നോക്കട്ടെ. ഉസ്താദ് പറഞ്ഞായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. 1 മണിക്കൂറല്ല, ഒരു ദിവസം പോലും ആയിട്ടില്ല, കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അല്ലാമ ഇബ്നു അബിദ്ദുനിയ തന്റെ കിതാബുൽ മനാമാത്തിലും ഇബ്നുൽ ജൗസി തങ്ങൾ തന്റെ കിതാബിലും ഈ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. സലീം വാഫി ഇവിടെ ബാലരമ നോക്കി പറയല്ല, ഹലിമിങ്ങൾ നേരിട്ട് അനുഭവിച്ച, നേരിട്ട് മനസ്സിലാക്കിയ സംഭവം രേഖപ്പെടുത്തിയതാണ്. ഈ ചെറുപ്പക്കാരന് പള്ളിയിൽ ഉസ്താദ് സമ്മതം കൊടുത്തു. അദ്ദേഹം നേരെ പോയിട്ട് മണ്ണൊക്കെ മാന്തുകയാണ്, തന്റെ സഹോദരിയുടെ ഖബർ മാന്തുകയാണ്. മണ്ണ് മുഴുവനും മാന്തി അടിഭാഗത്തുള്ള കല്ലെടുത്തു മാറ്റി. ഈ ചെറുപ്പക്കാരന്റെ പണം അവിടെ നിന്ന് ലഭിച്ചു, പേഴ്സ് അവിടെ നിന്ന് ലഭിച്ചു. പക്ഷേ മനസ്സ് തകർന്നു പോകുന്ന ഒരു കാഴ്ച കാണുകയാണ്. ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ഖബർ മൂടിക്കോളൂ എന്ന് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി മാതാവിനോട് ചോദിച്ചു, ഉമ്മ എന്റെ പെങ്ങൾ ജീവിതത്തിൽ ചെയ്ത തെറ്റൊന്ന് പറഞ്ഞു തരുമോ ഉമ്മ? അഖ്ബിർനീ അമ്മാ ഉഖ്തീ, എന്റെ പെങ്ങളെ പറ്റിയൊന്ന് പറഞ്ഞു തരുവോ ഉമ്മ? അവൾ ചെയ്തു പോയ പാപമുണ്ടല്ലോ, എന്ത് തിന്മയാണ് അവൾ ചെയ്തു പോകുന്നത്, ജീവിതത്തിൽ അവൾ ചെയ്തു പോയ പാപം എന്താണുമ്മ? ഉമ്മ പറഞ്ഞു, മോനെ അവള് മരിച്ചു പോയതല്ലേടാ, അവള് മരിച്ചു പോയതല്ലേ, മരിച്ചവരെ പറ്റി ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? നിന്റെ പെങ്ങൾ മരിച്ചു പോയതല്ലേ, അവളെ പറ്റി ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉമ്മ എന്റെ പണം എനിക്ക് ലഭിക്കുമോ എന്ന പ്രതീക്ഷയോടെ ഞാൻ മണ്ണ് മാന്തിയപ്പോ ഫഹാദിഹി മുസ്തഖിലു ഫിന്നാർ, ഉമ്മ നമ്മുടെ പെങ്ങളുടെ ഖബർ നിറയെ തീഗോളങ്ങളാണ്, തീ ഗുണ്ടാരങ്ങളാണ്. ഫഹാദിഹി മുസ്തഖിലു ഫിന്നാർ, ഉമ്മ പേഴ്സ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ പെങ്ങളുടെ ഖബർ ഞാൻ മാന്തിയപ്പോ അവരുടെ ഖബർ നിറയെ തീയാണുമ്മ. മാതാവ് അവിടന്ന് മോഹാലസ്യപ്പെട്ടുകൊണ്ട് വീഴുകയാണ്. മാതാവ് ബോധം പോയി അവിടന്ന് വീണുപോയല്ലോ. കുറെ നേരം കഴിഞ്ഞ് ഉമ്മാക്ക് ബോധോദയം ഉണ്ടാവുകയാണ്.
ഉമ്മ പറഞ്ഞു കൊടുത്തു, മോനെ 3 പാപങ്ങളാ നിന്റെ പെങ്ങള് ചെയ്തത്. പള്ളിപ്പുഴയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് മനസ്സ് നിറഞ്ഞിട്ട് പറയുന്നു, ഉമ്മ ഈ സദസ്സിൽ വെച്ച് പ്രതിജ്ഞയെടുത്തോ, നാളെ മണ്ണിലേക്ക് വന്നിട്ട് കിടക്കുമ്പോ അവിടുത്തെ അദാബ് ലഭിക്കാതെ നല്ലപോലെ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കണമെങ്കിൽ ഇന്ന് പ്രതിജ്ഞ എടുത്തോ ഉമ്മ. ആ മാതാവ് 3 തെറ്റുകളാ പറയുന്നത്. ഒന്നാമത്തെ തെറ്റെന്തെന്നറിയോ? ആ മാതാവ് പറഞ്ഞു കൊടുക്കുന്നു, നിന്റെ പെങ്ങൾ ശുദ്ധിയില്ലാതെ നടക്കുന്നവളാണ്. ഉമ്മമാരെ, ആ ശുദ്ധി ഉണ്ടാകുന്ന സമയമുണ്ടല്ലോ, പെട്ടെന്ന് ശുദ്ധിയായി സമയമെത്തുമ്പോ വൃത്തിയായി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വൃത്തിയിലും വെടുപ്പിലും നടക്കണം. ഈ പെങ്ങൾ വൃത്തിയില്ലാതെ ശുദ്ധിയില്ലാതെ നടക്കുന്നവളാണ് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തതോ, അവൾ ഗീബത്ത് നമീമത്ത് പറയുന്നവളാണ്. നാട്ടുകാരുടെ രഹസ്യങ്ങൾ നാട് മുഴുവനും ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നവരാണ്. ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പരത്തി ഏഷണിയും പരദൂഷണവും നടത്തുന്നവളാണ് രണ്ടാമത്തത്. മൂന്നാമത്തതോ, ആ മാതാവ് പറഞ്ഞു കൊടുക്കുന്നു, മൂന്നാമത്തെ തിന്മ, നിന്റെ പെങ്ങള് ചെയ്തു പോയ മൂന്നാമത്തെ തിന്മ എന്താണ്? മൂന്നാമത്തെ തെറ്റതാ പറഞ്ഞു കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ പറഞ്ഞത്? നിന്റെ പെങ്ങള് നിസ്കാരത്തെ അനാവശ്യമായി പിന്തിപ്പിക്കുന്നവളാണ്. ളുഹർ ബാങ്ക് കൊടുത്താൽ നിന്റെ പെങ്ങൾ എന്നോട് പറയും, ഉമ്മ അസർ ബാങ്ക് കൊടുക്കാൻ കുറെ നേരം ഉണ്ടല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതിയല്ലോ. എങ്ങനെ പറഞ്ഞിട്ട് വെറുതെ നിസ്കാരം പിന്തിപ്പിക്കും. ഒരു പണി ഉണ്ടാകുമല്ലോ, ചുമ്മാ നിസ്കാരം പിന്തിപ്പിക്കും. അസർ ബാങ്ക് കൊടുത്താൽ പറയും മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ കുറെ നേരം ഉണ്ടല്ലോ, അങ്ങനെ മഗ്രിബ്. ഇങ്ങനെ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവളാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്തവളാ. ഖബറേക്ക് വെച്ച് 1 മണിക്കൂറായില്ല, മാന്തി നോക്കും അവിടെ തീയാണ്. ഇത് കേൾക്കുമ്പോ നമുക്കൊക്കെ ആലോചിക്കും, ഇങ്ങനൊക്കെ സംഭവിക്കുമോ? കാസർകോട്ടുകാരങ്ങനെ പറയരുത്, നിങ്ങളുടെ നാട്ടുകാരനാണ്. ഒരു 13 കൊല്ലം മുന്നേ ഖബറിൽ അന്തസ്സായി രാജകുമാരനെ പോലെ കിടന്നു. എന്തോ ആവശ്യത്തിന് മാന്തി നോക്കി, മണ്ണ് മാന്തിയെ പോലെ. കഫം തുണിക്ക് പോലും ഒരു കുഴപ്പമുണ്ടായില്ല. 13 കൊല്ലം 80 വയസ്സുള്ള ആമു എന്നാണ് ഉപ്പാടെ പേര്. ഖബറിൽ കിടക്കുന്നു, ഇന്നും രാജകുമാരൻ അല്ലേ? കാസർഗോഡ്, ഞാൻ ഒരുപാട് വേദികൾ അത് പറയാറുണ്ട്. കാസർഗോഡ് ജില്ലയിലാ സംഭവിച്ചത്. നമ്മൾ ഈ ശ്മശാനങ്ങളുടെ നിശബ്ദത കണ്ടിട്ട് അതിന്റെ ഉള്ളിലുള്ള നന്മയും തിന്മയും ഇല്ല എന്ന് കരുതരുത്. നമുക്കത് കേൾക്കാൻ പറ്റില്ല. ഒരു വെള്ള തുണി എടുത്തിട്ട് മണ്ണി വെക്ക് നിങ്ങൾ. രാവിലെ വെച്ച് വൈകുന്നേരം ആകുമ്പോഴേക്ക് അതിന്റെ കഥ എന്താണ്? 2 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞാൽ ഒന്നിനും പറ്റൂല. ഇത് 13 കൊല്ലം, അതും ഒരു മരിച്ച മയ്യത്തിനെ ചുറ്റിയ ആ കഫൻ തുണിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ 13 കൊല്ലക്കാലം ഖബറിന്റെ ഉള്ളിലെ രാജകുമാരനെ പോലെ ആമു എന്ന് പറയുന്നു ആ വൃദ്ധനായ മനുഷ്യന് കിടന്നു പോയെങ്കിലോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നത് അത് സത്യമായി പുലരുവല്ലോ, സത്യമായി പുലരുവല്ലോ. പാമ്പുകളുണ്ടെന്ന് കേൾക്കുമ്പോ, തേളുകളുണ്ടെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ അദാബുണ്ടെന്ന് കേൾക്കുമ്പോ അതെങ്ങനെയാണെന്ന് ചോദിക്കല്ലേ. അത് അല്ലാഹുവിന്റെ ലോകമാണല്ലോ, അല്ലാഹുവിന്റെ ലോകമാണല്ലോ. അത് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങള്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയില് അല്ലാഹു തആല പറയുന്നു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആരാണ് മുഅ്മിനീങ്ങള്? അല്ലദീന, ഒരു കൂട്ടരാണല്ലോ, യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അവരോടൊരു കാര്യം പറഞ്ഞാൽ സമിഅനാ വഅതഅനാ, അല്ലാഹുവേ ഞങ്ങളതനുസരിക്കാം, ഞങ്ങളത് വിശ്വസിച്ചു റബ്ബേ, ഞങ്ങൾക്ക് സംശയമില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ, മുഅ്മിനീങ്ങളെന്ന്. അദൃശ്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്. യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിയായ
കാര്യങ്ങളിൽ വിശ്വാസമുള്ളവരാണ്. ഇതൊക്കെ നടക്കൂല എന്ന് വിചാരിക്കേണ്ട. ഞങ്ങളുടെ നാട്ടിൽ തന്നെ സംഭവിച്ചു ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ പല നാടുകളിലുമുണ്ട്. ഇന്നല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഉള്ള നേരത്തെ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാം. അത്രേ നമുക്ക് പറയേണ്ടതുള്ളൂ. അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം തരട്ടെ. അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം തരട്ടെ. നിസ്കാരമാണ് മുഅ്മിനീങ്ങൾ ആയുധമെന്ന് പറയുന്നത്. ഏതെങ്കിലും പ്രതിസന്ധി സമയത്ത് ഒരുപാട് നമ്മൾ ഒച്ചയും നിലവിളിയും ഉണ്ടാക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. നമ്മൾ എടുക്കേണ്ട യഥാർത്ഥ പണി നമ്മൾ എടുക്കണം. നമ്മൾ അല്ലായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഉസ്താദെ ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞു പോയി, ഉസ്താദെ വീട്ടിലൊന്നും അസുഖമാണ്, ഉസ്താദെ വീട്ടിനകത്തൊന്നും വഴക്കാണ്, ഉസ്താദെ നാട്ടിൽ മുഴുവൻ പ്രശ്നമാണ്. അത് പറയാൻ വരുമ്പോ സുബഹി ഖളാക്കിയിട്ടാ പറയാൻ വരുന്നത്. നമ്മൾ ആലോചിക്കാം, നമ്മളൊരു പ്രശ്നം ഒരു മനുഷ്യനോട് പറയുമ്പോൾ അന്നത്തെ സുബഹിയെങ്കിലും മിനിമം നിസ്കരിച്ചിട്ടുണ്ടോ? ഖളാക്കാതെ സകല തെറ്റും തിന്മയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ? നമ്മൾ സുബഹി നിസ്കരിക്കൂല, ഒന്നും ചെയ്യൂല. ഒരു അറാബിയായ മനുഷ്യൻ വരുന്നു, മനസ്സമാധാനമില്ല നബിയേ, മനഃശാന്തിയില്ല നബിയേ, ശാന്തിയും സമാധാനവും ഇല്ല നബിയേ. ചോദിച്ചു, മോനെ നീ സുബഹി ഖളാക്കാതെ നമസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല യാ റസൂലല്ലാഹ്, ഇന്ന് പോലും എനിക്ക് സുബഹി ഖളായി പോയിട്ടുണ്ട് നബിയേ എന്ന് അറാബിയായ മനുഷ്യൻ പറഞ്ഞപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നു, മോനെ സുബഹി നമസ്കാരം ഖളാക്കിയോ, സുബഹി നമസ്കാരം ഖളാക്കിയോ ആ മനുഷ്യന് സമാധാനം കൈവരില്ല, മാത്രമല്ല ദാരിദ്ര്യം വരുമേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബിസിനസ് പൊളിഞ്ഞു. ഒന്നാമത്തെ കാരണം നിങ്ങളുടെ മക്കൾ സുബഹി നിസ്കാരം ഖളാക്കി വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടാകും. വാപ്പാര് മക്കളെ സുബഹി നിസ്കരിക്കണം ഖളാ ആക്കാതെ, എന്നാലേ എന്തെങ്കിലുമൊക്കെ അള്ളാഹിനോട് പറഞ്ഞാൽ സമാധാനം ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹ്ക്കെതിരെ ചെയ്യാം. നമുക്ക് ഒരാൾ നമ്മുടെ അധ്യാപകനാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്കെതിരെ മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിന്നെ നല്ലത് പറഞ്ഞു കൊടുക്കുമോ? ഒരു വലിയ കമ്പനിയുടെ മേലുദ്യോഗസ്ഥൻ, അയാൾ പറഞ്ഞ നേരെ ഓപ്പോസിറ്റാണ് പണിക്കാർ ചെയ്യുന്നത് എങ്കിൽ പിന്നെ അയാളുടെ അടുത്ത് നല്ല വാക്ക് കിട്ടുമോ? അയാൾ എന്തെങ്കിലും നല്ലത് ബോണസ് തരുമോ? എന്തെങ്കിലും നന്മ ചെയ്തരോ? ഇല്ല. അള്ളാനെ ധിക്കരിച്ചിട്ട് രാവിലെ കിടന്നുറങ്ങിയിട്ട് അള്ളാഹുവെ പുറത്തരണേ, അള്ളാഹുവെ കടം വീടണേ, അള്ളാഹുവെ അങ്ങനെ തരണേ, എന്റെ ബിസിനസ്സിൽ നിന്ന് കച്ചവടം കുറഞ്ഞു പോയി, ഇങ്ങനെ തട്ടിമുട്ടി പോവാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സുബഹി നിസ്കാരത്തിന്റെ ആളാകണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അല്ലാഹുവോട് സഹായം തേടണം. ബിസ്സബ്രി വസ്സലാ, ഒരു പ്രയാസം വന്നാൽ ഇത് വല്ലാത്ത ഒരുപാട് സ്ഥലത്ത് ഖുർആൻ അത് പറയുന്നുണ്ട്. പ്രയാസം വന്ന മുഅ്മിനീങ്ങളെ ഒറ്റമൂലി ചെയ്താൽ, ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരുന്നത്, എന്ത് പ്രയാസം വന്നാൽ ഖുർആനിൽ ഒത്തിരി സ്ഥലങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. ഹാഫിലിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സദസ്സിൽ. അവിടെ സ്വബിറിനെ കൊണ്ടുവരാൻ കാരണം അതിൽ നിന്ന് നമുക്ക് സഹായ തേട്ടം, അതൊരു പ്രതിസന്ധിയാണ്, പ്രയാസമാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പോ ഒരു പ്രയാസമുള്ള സംഭവമാണ്, ഒരു പ്രതിസന്ധി. കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, കച്ചവടം പൊളിഞ്ഞത്, വീട്ടിൽ പ്രശ്നം, ഭാര്യയായിട്ട് പ്രശ്നം, മക്കളായിട്ട് പ്രശ്നം, കമ്മിറ്റി പ്രശ്നം, നാട്ടിൽ പ്രശ്നം, രോഗങ്ങൾ, അല്ലെ, രോഗമില്ലാത്ത ആളുകളില്ല. ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടണം. സുബഹി നിസ്കാരം ഖളാക്കി നാട്ടിൽ വയലറിയുമ്പോൾ ഉസ്താദ് നിങ്ങൾ അങ്ങനെ ചെയ്യണം, അവിടെ ദ്വാരക്കണം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ ചെയ്യണം. നമ്മൾ എടുക്കേണ്ട പണി എന്നിട്ട് അല്ലാഹുവോട് പറയണം, എങ്കിലേ അള്ളാഹു അത് പൂർണ്ണമായിട്ടും അള്ളാഹു കേൾക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് തീരുമാനിച്ചോ, നമസ്കാരത്തിന്റെ കാര്യം ഞാൻ ഇനി കൃത്യമായിട്ട് നിർവഹിക്കും, യാതൊരു സംശയവുമില്ല. നിസ്കരിക്കണമെന്നല്ല എവിടെയും ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ. ആരാ നിസ്കരിക്കാത്ത? എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്നവരെന്നല്ല, നിസ്കാരം നിലനിർത്തുന്നവരെന്നാണല്ലോ. നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാവുകയില്ലല്ലോ. എപ്പോഴെങ്കിലും നിസ്കരിക്കുക എന്നല്ല, നിസ്കാരം നിലനിർത്തുന്നവർ. നിസ്കരിക്കാന്നല്ല, നിസ്കാരം നിലനിർത്തുക, 5 വക്ത് നിസ്കരിക്കുക എന്നർത്ഥം. നിങ്ങൾ നിസ്കരിക്കുക എന്ന് ഖുർആൻ ഒരു സ്ഥലത്തും ഇല്ല, ഒറ്റ സ്ഥലത്തും ഇല്ല.
എവിടെയും നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ ഒരുപാട് അമലുകൾ നിങ്ങൾ അത് ഇത് ചെയ്യുന്ന ഓർഡർ വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങൾ നിസ്കരിക്ക് എന്ന ഒരു അംറിന്റെ സീഗ ഖുർആനിൽ കാണാൻ പറ്റൂല. കാണുന്നതൊക്കെ നിസ്കാരം നിലനിർത്തുക. നിസ്കരിക്കുക എന്നത് ചർച്ചയേ അല്ല. എപ്പോഴെങ്കിലും നിസ്കരിക്കുക എന്നുള്ള വർത്തമാനം അത് ചർച്ച പോലും അല്ലേ. എന്ത് ചെയ്യണം? നിസ്കാരം നിലനിർത്തണം. മിസ്സായി പോകാതെ, കള്ളയായി പോകാതെ നിലനിർത്തണം എന്നതാണ് നിസ്കാരത്തിന്റെ കാര്യം. വളരെ ഗൗരവത്തിലെടുക്കുക. ഒരു പ്രതിസന്ധി വന്നാൽ നബി തങ്ങൾ ചെയ്യുന്നത് നമസ്കാരമാണ്. മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എന്തെങ്കിലും വിഷമം വന്നാൽ ഇദാ ഹസബഹു അല്ലാഹുവിന്റെ പ്രവാചകനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ നബി തങ്ങൾ ആദ്യം ചെയ്യുന്നത് നമസ്കാരത്തിലേക്ക് ഓടുകയാണ്. നമസ്കാരത്തിലേക്ക് ഇങ്ങനെ ഉഴലുകയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പറ്റിയിട്ട് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മൾ നേരെ ഉസ്താദിന്റെ അടുത്തേക്ക് ഓടും. എന്റെ പൊന്നാരമ്മിനിങ്ങൾ ആദ്യം വീട്ടിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്ക്. അള്ളാഹു ഇന്നാലിന പ്രോബ്ലം ഉണ്ട്, നീ ഇന്നത് ശരിയാക്കി തരണേ. ഭാര്യമാർ ഉസ്താദിനോട് പറയുന്നതിന്റെ മുൻപ് ഇതൊന്നും വേണ്ടാന്നല്ല പറഞ്ഞത്. ആദ്യം അള്ളാഹിനോട് നമ്മൾ പറയാറുണ്ടോ? ഒരു 2 റക്അത്ത് നിസ്കാരം ഇപ്പോഴുമില്ല. നമുക്ക് വിഷമം, രോഗല്ലേ, സങ്കടല്ലേ, ആർക്കാ ഇല്ലാത്തത്? ദാരിദ്ര്യത്തിന്റെ പ്രശ്നങ്ങള്, എന്തൊക്കെ പ്രശ്നം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹു എന്ന് അത് ദൂരീകരിക്കണേ എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു? ഫർള് നിസ്കാരം തന്നെ കൃത്യമായി നിർവഹിക്കാറുണ്ടോ നമ്മൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളായിരുന്നു ഇദാ ഹസബഹു അംറുൻ ഫസിയ ഇലാ സ്വലാ, പുലരുവോളം ഞാൻ കിടന്നു ത്വാഹ വന്നില്ല, പാപിയാണെന്നാലുമെന്റെ ആശ തീർന്നില്ല, പാട്ടുപാടി വന്നു ഞാനേ, പാട്ടുപാടി വന്നു ഞാനേ, ഭൂമുഖം കീനാവിൽ കാടാൻ ആശ തീർന്നില്ല, പുലരുവോളം ഞാൻ കിടന്നു ത്വാഹ വന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനാ പറയുന്നത്, എന്തെങ്കിലും ഒരു വിഷമം വന്നാ അവിടുന്ന് നമസ്കാരത്തിലേക്ക് ഓടുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാ പ്രിയമുള്ളവര്. കല്യാണ പ്രായമെത്തി കല്യാണം കഴിക്കാനായില്ല, കല്യാണം ചെയ്ത് വിടാനായില്ല. അല്ലാഹുവേ, 35 വയസ്സായ മകളുണ്ടെന്ന് പറഞ്ഞ ഒരു പാന്റെ കണ്ണുനീര് ഞാൻ കാണുകയാണ്. എത്രയോ എത്രയോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ, ക്യാൻസർ രോഗമുള്ളവര്, കിഡ്നി രോഗമുള്ളവര്, കടമുള്ളവര്, അല്ലാഹുവേ മനസ്സ് നിറയെ സങ്കടമുള്ള ആളുകളാണല്ലോ. അല്ലാഹു തആലക്ക് വേണ്ടി 2 റക്അത്ത് നമസ്കാരവും നമ്മൾ ആരെങ്കിലും നിർവഹിച്ചിട്ടുണ്ടോ? അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതല്ലേ, നിസ്കാരം കൊണ്ട് നിങ്ങൾ സഹായം തേടണേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞ നമസ്കാരമുണ്ടല്ലോ കൃത്യമായി നിർവഹിക്കാം. പ്രയാസം വരുമ്പോ ചെന്നിട്ട് നമസ്കരിക്കാം. ഇന്ന് മുതൽ പരിശ്രമിച്ചോ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 3 വിഭാഗം ആളുകളോട് അല്ലാഹു തആല ചിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സലാസത്തുൻ അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹു തആല 3 വിഭാഗം ആളുകളോട് പുഞ്ചിരിക്കുകയാണ്. 3 വിഭാഗം ആളുകളോട് അല്ലാഹു പുഞ്ചിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗം.
ഒന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പ്രവാചകനാ പറയുന്നത്, സ്വഹാബാ, അല്ലാഹു തആല പുഞ്ചിരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരാന്നറിയുവോ? സുബ്ഹിന്റെ മുന്നേ എഴുന്നേറ്റിട്ട് നമസ്കരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ സുബഹിന്റെ മുന്നേ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. ഖിയാമുൽ ലൈൽ രാത്രി എഴുന്നേറ്റ് എന്ത് ചെയ്യുക? 2 റക്അത്ത് നമസ്കരിക്കുക. ആ നേരത്ത് അല്ലാഹു അവനെ നോക്കി ചിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേതോ, നിസ്കാരത്തിന് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി സഫ് കെട്ടി നിൽക്കുന്നവർ. വിടവൊന്നുമില്ലാതെ ഇങ്ങനെ സഫ് കെട്ടി നിൽക്കുന്നു നമസ്കാരത്തിന് വേണ്ടി, ജമാഅത്തിന് വേണ്ടി. അങ്ങനെ സഫ് കെട്ടി നിൽക്കുന്ന ആ മനുഷ്യന്മാരോട് അല്ലാഹു തആല ചിരിക്കുമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിന് വേണ്ടി സഫ് കെട്ടി നിന്ന ആളുകളോട് അല്ലാഹു ചിരിക്കും. മൂന്നാമത്തതോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടത്തിന് ഇറങ്ങിയ വിഭാഗമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലങ്ങളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് അത് നടപ്പിൽ വരുത്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി പോരാട്ടം നടത്തുന്നവരാണ്. അതിനുവേണ്ടി രംഗപ്രവേശനം ചെയ്ത് സഫായി നിൽക്കും യുദ്ധത്തിന്. അവരോടും അല്ലാഹു ചിരിക്കും. അങ്ങനെ അല്ലാഹു ഒരു മനുഷ്യനോട് ചിരിച്ചു കഴിഞ്ഞാൽ ലാ ഹിസാബ ലഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ അവന് ഹിസാബേ ഇല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ നമസ്കാരമായിരിക്കണം. നമ്മൾ എഴുന്നേറ്റ് ആർക്കോ വേണ്ടിയുള്ള നമസ്കാരമല്ല പറഞ്ഞത്. ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്തോളൂ. എന്തെങ്കിലും ഒരു നന്മ, ഒരു കള്ളന്റെ കഥ ഇൻഷാ അല്ലാഹ് ശേഷം പറയാം. ഒരുപാട് തെറ്റ് ചെയ്ത ഒരാൾക്ക് ഒരു നന്മ കൊണ്ട് രക്ഷപ്പെട്ടൊരു സംഭവം, എന്തെങ്കിലും ഒരു രഹസ്യ നന്മ നമുക്കൊക്കെ ഉണ്ടാകണം. എത്രയോ ചെറുപ്പക്കാരൻ നമ്മളൊക്കെ ഇങ്ങനെ ഫ്രീക്കന്മാരെന്ന് പറഞ്ഞെടുക്കും, പക്ഷെ കൽബിനകത്ത് ഈമാനിൽ എന്തോരം നല്ല മനുഷ്യന്മാര് ചെറുപ്പക്കാരുണ്ട്. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കും നടക്കുന്നത്, പക്ഷെ കൽബിന്റെ ഉള്ളിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ചെറുപ്പക്കാർ. അത് മതി അവർക്ക് നാളെ രക്ഷപ്പെടാൻ. നമ്മൾ കുറ്റം പറയുന്ന നമ്മൾ അങ്ങനെ നരകത്തിൽ പോകും. ഒരു നന്മയെങ്കിലും രഹസ്യമായി നമുക്കുണ്ടായിരിക്കണം. തെറ്റുകളുടെ അളവല്ല നമ്മുടെ പരലോകത്ത് നമ്മൾ നരകത്തിൽ പോകുന്ന തീരുമാനിക്കുന്നത്. ഒന്ന്, സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ്. 2, നമ്മൾ ചെയ്യുന്ന അമലുകളുടെ ഇഖ്ലാസ് എങ്ങനെയാണ്. ഇതൊക്കെയാ തീരുമാനിക്കപ്പെടുന്നത്. ഒരു നന്മയെങ്കിലും നിങ്ങൾ എന്തോ ആയിക്കോ, നിങ്ങൾ വലിയ പണം ഉണ്ടാക്കിക്കോ, നിങ്ങൾ നല്ല വീട് കെട്ടിക്കോ, നല്ല കാറിൽ പറന്നോ, ഇടയ്ക്കിടെ നല്ല അടിപൊളി ട്രിപ്പ് അടിച്ചോ, ഒരു കുഴപ്പമില്ല, നല്ല മൊബൈൽ വാങ്ങിച്ചോ, സുബഹിന്റെ മുന്നേ 2 റക്അത്ത് നിസ്കരിക്കുന്നവരാണ്. ഒരാൾക്കും അതറിയില്ല. സുബഹിന്റെ നേരത്ത് വെറും 2 റക്അത്ത് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. സുബഹി ബാങ്ക് കൊടുത്താൽ കൃത്യമായിട്ട് സുബഹി നിസ്കരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുഴപ്പവും പിന്നെ ജീവിതത്തിൽ ഉണ്ടാകൂല. കുറ്റം പറയുന്നവരൊക്കെ നാളെ തിരുത്തി പറയും. ഒരു നന്മ, ആരും കാണാത്തൊരു നന്മ അള്ളാഹ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയണം. എല്ലാ ആളുകളും ഇങ്ങനെ അവര് കൂലിയും കൊണ്ടുപോയി ദുനിയാവിൽ അതിന്റെ കിട്ടി, ആഖിറത്തിൽ ഒന്നും ഉണ്ടാകൂല. അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന, മനുഷ്യരറിയാത്ത എന്തെങ്കിലുമൊക്കെ ഒരു നന്മ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഇടയ്ക്കിടെ സുന്നത്ത് നോമ്പെടുക്കുന്നവർ എത്രയോ ചെറുപ്പക്കാരെ എനിക്കറിയാം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പെടുക്കുന്നവർ നല്ല അടിപൊളി ഡ്രസ്സിൽ സ്കിന്നി പാൻ്റ് ആയിരിക്കും, നല്ല അടിപൊളി സ്റ്റൈലിൽ മുടി വെട്ടിയവരായിരിക്കും, പക്ഷെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കും. നാളെ ആഖിറത്തിൽ ഈ നോമ്പ് കൊണ്ട് അവർ സ്വർഗത്തിൽ പോകും. ഇവരെ കുറ്റം പറഞ്ഞിട്ട് നടക്കുന്ന ആളുകൾ, അവൻ കള്ളുകുടിയനാ, അവൻ വ്യഭിചാരി, അവൻ കഞ്ചാവെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ നരകത്തിൽ പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കൽബിനകത്തായിരിക്കണം നമ്മുടെ ഓരോ വാക്കുകളും. നമ്മൾ ചെയ്യുന്നതൊക്കെ റബ്ബിനായിരിക്കണം. തിന്മകളെ പറയേണ്ട രൂപത്തിൽ പറയണം എന്നല്ലാതെ സമൂഹത്തിൽ ഇങ്ങനെ വഷളാക്കുന്ന തരത്തിൽ മനുഷ്യന്മാർ അവഹേളിക്കാനും പാടുള്ളതല്ല. അള്ളാഹു നമ്മൾക്ക് ബോധം തരട്ടെ. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു. മൂന്നാമത്തെ വിഭാഗം നിസ്സാരപ്പെടുത്തിയവർ പന്നിയുടെ കോലത്തിൽ ആഖിറത്തിലേക്ക് വരും. മൂന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് പറഞ്ഞു, മുആദേ, നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗം ആരാന്നറിയോ? പടച്ചവനെ, ബുതൂനുഹും മിസ്ലൽ ജിബാൽ,
പർവ്വതം പോലെയുള്ള വിശാലമായ വയറുകളാണ്. ആ വയറിന്റെ അകത്ത് പാമ്പുകളാണ്, ആ വയറിന്റെ അകത്ത് തേളുകളാണ്. പാമ്പുകളുണ്ട്, തേളുകളുണ്ട്. പ്രവിശാലമായ വയറുമായി നാളെ പരലോകത്തിലേക്ക് വരികയാണ്. പടച്ചവരെ, അവരാരാണ്? സ്വഹാബാ. മുആദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്, നബിയേ, ആരാണ് നബിയേ, ആരാ നബിയേ? നാളെ പരലോകത്തിലേക്ക് വിശാലമായ പർവ്വതം പോലെയുള്ള വയറുമായി കടന്നു വരുന്നതാരാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, യംനഊന സക്കാത്ത് കൊടുക്കാത്തവരാണ്, സക്കാത്ത് കൊടുക്കാത്തവരാണ്. കൊല്ലം തികഞ്ഞ സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ചെങ്കിലോ നാളെ പരലോകത്തിലോട്ട് കടന്നു വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന് പറയുകയാണ്, പർവ്വതം പോലെയുള്ള വിശാലമായ വയറുമായിട്ടെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആലോചിച്ചോ ചെറുപ്പക്കാരാ, 10 രൂപ ലാഭം കിട്ടുമെന്ന് കാണുമ്പോ സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ചെങ്കിലോ ബാങ്ക് ബാലൻസായി 1,00,000 രൂപ കൂടുതൽ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള സക്കാത്ത് അങ്ങ് നിർത്തിവെച്ചാ അല്ലാഹുവിന്റെ പരലോകത്ത് നമ്മൾക്ക് നാശപാട്, പരലോകം നഷ്ടമാകുമല്ലോ. അതുകൊണ്ട് റബ്ബേ, ഈമാനോട് കൂടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളത് കേൾക്കേണ്ടത്. അല്ലാഹു നമ്മൾക്ക് കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. സക്കാത്ത് കൊടുക്കാത്ത വിഭാഗം നാളെ പ്രവിശാലമായ പർവ്വതം പോലെയുള്ള വയറുമായി റബ്ബിന്റെ മുന്നിലേക്ക് വരുമെന്ന് മാത്രമല്ല, അവരുടെ വയറിനകത്ത് പാമ്പുകളാണ്, അവരുടെ വയറിനകത്ത് തേളുകളാണെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? വയറിനകത്ത് തേളുകൾ, വയറിനകത്ത് പാമ്പുകളാണ്. അവർ ചെയ്ത തിന്മ. സക്കാത്ത് കൊടുക്കാത്ത ആളുകളാണ്. സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ 1,000 രൂപ 10,000 രൂപ കൂടുതൽ കിട്ടും. ഇത് കൊടുത്താൽ ആ 10,000 നഷ്ടാകുമോ എന്നാണ് വിചാരം. പിന്നെ നിങ്ങളെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് വലിയൊരു പൈസ ഒക്കെ ഉണ്ട്, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, നല്ല കച്ചവടമൊക്കെ ഉണ്ട്, സക്കാത്തൊന്നും കൊടുക്കൂല. അവസാനം 40-50 വയസ്സാകുമ്പോ നല്ല പോലെ വീട്ടിൽ കിടന്ന് വിശ്രമിക്കണമെന്ന് കരുതുമ്പോഴായിരിക്കും ഒരു രോഗം വരും, അപ്പോഴായിരിക്കും ഒരു അസുഖം വരുന്നത്, അപ്പോഴായിരിക്കും പ്രയാസം വരുന്നത്. അള്ളാഹിനോട് കളിക്കുമ്പോ അള്ളാഹു വെറുതെ വിടില്ല. ഇതേപോലെയുള്ള സക്കാത്തിന്റെ കാര്യം നബി തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ തന്നെ ശിക്ഷയുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് സക്കാത്തിന്റെ വിലങ്കലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സക്കാത്ത് എല്ലാവരും കൊടുക്കണമെന്നല്ല, കൊടുക്കാൻ അതിന് കൃത്യമായ കാര്യങ്ങളുണ്ട്, അവധിയുണ്ട്, അതിന് നിസാബൊക്കെ ഉണ്ട്. അതൊക്കെ പൂർത്തിയായാൽ, ആ കണക്കൊക്കെ പൂർത്തീകരിച്ചാൽ അത് കൊടുക്കേണ്ടവർ ബാധ്യതയാണ്. അത് കൊടുത്തു വീട്ടുക. അത്രയും കാലം കൊടുത്തില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കൊടുത്തു വീട്ടിക്കാളി, അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഇച്ചിരി പ്രയാസപ്പെടാൻ. അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാലാമത്തെ വിഭാഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരലോകത്തിലോട്ട് കടന്നു വരുന്ന നാലാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്നതാ പറയുന്ന, മുആദേ, വായ്ക്കകത്തുകൂടെ ചീഞ്ചലമ കടന്നു വരികയാണ്, വായ്ക്കകത്തുകൂടെ രക്തമതാ കടന്നു വരികയാണ്, വായ്ക്കകത്തുകൂടെ ചലവും രക്തവും ഒഴുകുകയാണ്. വായ്ക്കകത്തുകൂടെ രക്തമൊഴുകുന്നു, ചലമൊഴുകുന്നു. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴാണ്. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വായ്ക്കകത്തുകൂടെ ചലവും അതുപോലെ രക്തവും ബ്ലഡും പുറത്തേക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ട് ഛർദ്ദിക്കുന്ന രൂപത്തിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വരികയാണ്. അവർ ചെയ്തു പോയ പാപം എന്താ നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു, കച്ചവടത്തിൽ നുണ പറഞ്ഞവരാണ്, നുണ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്തവരാണ്, കള്ളം പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്തവരാണ്. 10 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാരെ വഞ്ചന നടത്തിയാൽ
10 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഒറിജിനലാണെന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പന ചെയ്യുമ്പോൾ അപ്പം കുറച്ച് ആശ്വാസം ഉണ്ടാകും. പിന്നീട് അള്ളാഹു പണി തരുമല്ലോ, രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമല്ലോ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, മൻ ഖശനാ ഫലൈസ മിന്നാ. വഞ്ചന ചെയ്യുന്നവർ നമ്മളിൽ പെട്ടവനല്ല. വഞ്ചിക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മളിൽ പെട്ടവനല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചിക്കുന്ന ആളുകൾ നമ്മിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് ഒരാളും ഒരാളെയും വഞ്ചിക്കരുത്, ഒരാളും ഒരാളെയും വഞ്ചന ചെയ്യരുത്. നുണ പറഞ്ഞുകൊണ്ട് വിൽപ്പന നടത്തുന്നവർ, കള്ളത്തരം പറഞ്ഞുകൊണ്ട് വിൽപ്പന നടത്തുന്നവര് അള്ളാഹുവിന്റെ പരലോകത്തിലേക്ക് ഈ രൂപത്തിൽ കടന്നു വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വായ്ക്കകത്തുകൂടെ രക്തവും ചലവുമാണ് വരുന്നത്. 5ാമത്തെ വിഭാഗമാരാണ്? ഹബീബിന്റെ മുന്നിലേക്ക് മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് വരികയാണ്. നബിയേ, തുടർന്ന് പറയൂ നബിയേ, ആരാണ് നബിയേ 5ാമത്തെ വിഭാഗം? പരലോകത്തിലേക്ക് വരുന്ന 5ാമത്തെ വിഭാഗമുണ്ടല്ലോ. മുത്തുനബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, അല്ലാഹുവേ, ശവത്തെക്കാൾ ദുർഗന്ധത്തോടെ, ശവത്തെക്കാൾ ദുർഗന്ധത്തോടെ അള്ളാന്റെ പരലോകത്തിലേക്കായി എഴുന്നേറ്റ് വരുന്നത് ശവത്തെക്കാൾ ദുർഗന്ധമുള്ളവരാണ്. ശവം കുറെ ദിവസം വെച്ച് അഴുകും, ഭയങ്കര ദുർഗന്ധമായിരിക്കും. ആ ശവത്തെക്കാളേറെ ദുർഗന്ധം ശരീരത്തിൽ നിന്ന് നീര് പൊട്ടി ഒലിക്കുന്നുണ്ട്. അത് ശവത്തെക്കാളേറെ ദുർഗന്ധമാണ്. ഈ ദുർഗന്ധത്തോടെ, ആ സ്മെൽ, ബാഡ് സ്മെല്ലോടുകൂടി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ആളുകളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് മാറി ഓടുന്നുണ്ട്. എന്തൊരു വൃത്തികെട്ട മണമാണ്, സ്മെല്ലാണ് റബ്ബേ. ആ നേരത്ത് അള്ളാന്റെ ഭാഗത്തുനിന്ന് വിളിച്ചു പറയും, ആ വൃത്തികെട്ട മണവുമായിട്ട് വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അള്ളാന്റെ ഭാഗത്തുനിന്ന് വിളിച്ചു പറയുന്ന അവരാണ് മനുഷ്യന്മാര് കാണാൻ വേണ്ടിയിട്ട് നന്മ ചെയ്തവരും മനുഷ്യന്മാർക്ക് വേണ്ടി തെറ്റിൽ നിന്ന് മാറി നിന്നവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ഞാൻ കള്ളു കുടിച്ചാൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് കള്ളു കുടിക്കാതെ ഞാനൊരു കാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ, ഞാൻ ഭയങ്കര നിസ്കാരക്കാരൻ, എല്ലാവരും കാണട്ടെ. ഇങ്ങനെ ചെയ്യുന്ന അമലൊക്കെ നാട്ടുകാർക്ക് വേണ്ടി. തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലോ അതെന്തിനാ? അള്ളാനെ പേടിച്ചിട്ടല്ല. കാസർഗോഡ് അങ്ങാടി കൂടെ, കാഞ്ഞങ്ങാട് അങ്ങാടി കൂടെ, ടാക്കീസിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു. ഇപ്പൊ ഒരു കയറിയൊരു ഫിലിം കണ്ടാൽ നാട്ടുകാരെന്ത് വിചാരിക്കും? അവനെന്ത് വിചാരിക്കും? ഇപ്പുറത്തൊരു നമ്മൾ പരിചയമുള്ള ഒരുത്തൻ ക്യൂ നിൽക്കുന്നുണ്ട്, ഞാൻ ഇപ്പുറത്തൂടെ സിനിമാ ഹാളിലേക്ക്, ടാക്കീസിലേക്ക് കയറി, അവനെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് തെറ്റൊന്ന് മാറി നിന്നാൽ ഈ രൂപത്തിൽ വരും. അള്ളാഹ്ക്ക് വേണ്ടി ഞാനിപ്പോ സിനിമ കാണുന്നില്ല, അള്ളാഹു നിനക്ക് വേണ്ടിയാണ്. ഒറ്റ നിയത്ത്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. ഇപ്പൊ ഞാനൊരു വൃത്തികേട്, എല്ലാ അവസരമുണ്ട്, ഞാൻ ചെയ്യുന്നില്ല. എന്തേ? അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ്, അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, നാളെ പരലോകത്ത് 7 വിഭാഗത്തിന് അർശിന്റെ തണലുണ്ട്. അതിലൊരു വിഭാഗം ആരാന്നറിയുവോ? നല്ല തറവാടിത്തമുള്ള സൗന്ദര്യമുള്ള പെണ്ണിന് എല്ലാ അവസരങ്ങളും ഒത്തിട്ടൊരാൾക്ക് ലഭിക്കുകയാണ്. പടച്ചവരെ, ഒരാളുമേ കാണാനില്ല. വിചാരം ചെയ്ത അല്ലാഹയല്ലാതെ വേറൊരാൾ കാണാനില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് ഇന്നീ ഞാൻ എന്റെ പടച്ചവനെ പേടിക്കുകയോ, ഞാൻ എന്റെ റബ്ബിനെ പേടിക്കുകയാണ്, ഞാൻ എന്റെ സൃഷ്ടാവിനെ പേടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മാറി നിന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നാളെ അർശിന്റെ തണലവന് ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലാഹുവേ, അഖാഫുല്ലാഹ്,
എന്റെ റബ്ബിന് വേണ്ടിയാണ്, ഞാൻ ഇന്നയാൾക്ക് വേണ്ടിയല്ല. ഇങ്ങനെ മനുഷ്യന് വേണ്ടി തെറ്റ് ചെയ്യാതെ മാറി നിൽക്കുന്ന വിഭാഗമുണ്ടല്ലോ, അല്ലാഹുവിനോർക്കാതെ മനുഷ്യന്മാർക്ക് വേണ്ടി തെറ്റ് ചെയ്യാത്തവര്, അവരും നാളെ കുടുങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ. ആറാമത്തെ വിഭാഗം ആരാന്നറിയുവോ? അല്ലാഹുവേ, കഴുത്തിന്റെ ഭാഗത്താരോ മുറിച്ച പോലെ. നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ? കഴുത്തിന്റെ ഭാഗത്താരോ ഒരു കോടാലി കൊണ്ട് വെട്ടിയ പോലെ. ഈ ഇവിടെ തൊണ്ടയുടെ ഭാഗത്താരോ വെട്ടിയിട്ടുണ്ട്, പിരടിയും വെട്ടിയിട്ടുണ്ട്. അങ്ങനെ തല ഒരു ഭാഗത്ത് കുടിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് സമയം കുറച്ച് കുറവായതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു തീർക്കണമുള്ളതുകൊണ്ടാണ് ഞാൻ അറബി ആശയങ്ങൾ പറയാത്തത്. ലഫ്ള് പറയാതെ അർത്ഥം മാത്രം ഇത്രയും പറയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. അതുകൊണ്ടാണ് എന്തെല്ലോ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതുവേണ്ടി സമയം കുറവായതുകൊണ്ട് അൽഫാദകൾ പറയാതെ അർത്ഥം മാത്രം പറയുന്നത് അതുകൊണ്ടാണ്. പിരടി വെട്ടി, തൊണ്ടയുടെ ഭാഗത്തും വെട്ടി, കഴുത്തിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. അള്ളാഹിന്റെ റസൂല് ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഈ ഹദീസ് പറയുമ്പോഴാണ്. ഒരുപാട് മുഹദ്ദിസുകാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബിതങ്ങൾ തുടക്കം മുതൽ ഒതുക്കം വരെ ഹദീസ് പറഞ്ഞിട്ട് കരയാണ്. ആദതങ്ങൾ കരയാണ്, കേട്ടവരൊക്കെ കരയാണ്. ചോദിച്ചു, നബിയേ, ആരാണ് റസൂലേ, ആരാ റസൂലേ? പിരടിയും തൊണ്ടയും മുറിഞ്ഞു പോകുന്ന രൂപത്തില് നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന, അഞ്ചാമത്തെ ആറാമത്തെ വിഭാഗം അല്ലാഹുവേ, നബി തങ്ങളോട് അവിടെ നിന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുആദേ, ആരാണെന്നറിയുവോ മുആദ്? കള്ളസാക്ഷി പറഞ്ഞവരാ മുആദ്. ഞാൻ ഇന്നയാളത് ചെയ്യുന്നത് കാണാതെ കണ്ടു എന്ന് പറയുന്ന, കേൾക്കാത്തത് കേട്ടു എന്ന് പറയുന്ന, കള്ളസാക്ഷി പറയുന്ന വിഭാഗമുണ്ടല്ലോ, നാളെ റബ്ബിന്റെ പരലോകത്തിലേക്ക് ഈ രൂപത്തിൽ ഒടിഞ്ഞു തൂങ്ങിയ പിരടിയുമായിട്ട് കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തേ ചെയ്ത തെറ്റോ? കാണാത്തത് കണ്ടു എന്ന് പറയാ, കേൾക്കാത്തത് കേട്ടു എന്ന് പറയുന്നതാണ്. ആ മനുഷ്യൻ അത് പറയുന്നത് വല്ലാഹി ഞാൻ കേട്ടിട്ടുണ്ട്, അവൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാണാതെ കണ്ടു, കേൾക്കാതെ കേട്ടു എന്ന് കള്ളസാക്ഷി പറയുന്ന യശ്ഹദൂന സൂറാ, ആ വിഭാഗം നാളെ ഈ രൂപത്തിൽ പരലോകത്തിലോട്ട് കടന്നു വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. എന്തേ കാണാത്തത് കണ്ടു എന്ന് പറയാ, കേൾക്കാത്തത് കേട്ടു എന്ന് പറയാ അല്ലേ? അവള് ഇന്നയാളെ മൊബൈൽ ഫോണിൽ വിളിക്കുന്നത് ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട്. വല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി അല്ലേ? വല്ലാഹി എന്ന് പറഞ്ഞ ഉറപ്പിക്കുന്നോ? പച്ച നുണയാണ് പറയുന്നത് അല്ലേ? ഇങ്ങനെ വല്ലാഹി ഇട്ട് അള്ളാനെ പിടിച്ചിട്ട് നുണ പറയാം. എന്തോരണ്ട്. ഈ കാണുന്ന പർവ്വതമാണ് സത്യം എന്നൊക്കെ തമാശക്ക് ആൾക്കാർ പറയുന്നത്. ഈ കാണുന്ന ഇരുമ്പും തൂണാണ് സത്യം, ഈ കാണുന്ന മത്സ്യമാണ് സത്യം അല്ലേ? പ്ലേറ്റിന്റെ അടുത്ത് നോക്കാം, ഈ കാണുന്ന ചിക്കനാണ്, ഇങ്ങനൊക്കെ പറയാന്നല്ലാതെ അള്ളാഹു ആണേ സത്യം, അള്ളാഹി എന്നൊക്കെ അള്ളാനെ പിടിച്ചിട്ട് നുണ പറയല്ലേ മിനിങ്ങൾ. കാണാത്തത് കണ്ടു, കേൾക്കാത്തത് കേട്ടു എന്ന് പറഞ്ഞിട്ട് പച്ച നുണ പറയുന്ന വിഭാഗമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ ബോധം തരും, അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം തരും. നുണ പറയുന്നത് നിർത്തണം. ഹബീബായ തങ്ങൾ പറഞ്ഞു, കദ്ദാബുൻ യുഹദ്ദിസു ബിൽ കിദ്ബ ഹത്താ തബ്ലുഗൽ ആഫാഖ്. നാളെ പരലോകത്ത് ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന ഒരു വിഭാഗങ്ങളിൽ ഈ വിഭാഗമുണ്ട്. ഇത് പറഞ്ഞതിന്റെ കൂടെ നബി തങ്ങൾ ആഡ് ചെയ്തിട്ട് പറയാണ്, കദ്ദാബുൻ യുഹദ്ദിസു ബിൽ കിദ്ബ ഹത്താ തബ്ലുഗൽ ആഫാഖ്. ചക്രവാള സീമകൾക്കപ്പുറത്തേക്ക് പരിധിയില്ലാതെ പരിലസിക്കുന്ന നുണ പറയുന്ന, പച്ച നുണ പറയുന്നവർ നാളെ പരലോകത്തിലേക്ക് ഈ രൂപത്തിൽ ഒടിഞ്ഞ പിരടിയുമായി കടന്നു വരുമേ മുഹമ്മദ് മുസ്തഫ. ഏത് വിഭാഗം?
കദ്ദാബുൻ യുഹദ്ദിസു ബിൽ കിദ്ബ. നുണ പറയും. കദ്ദാബ് നുണയനാണ്. എങ്ങനത്തെ നുണ? പരിധികളില്ലാതെ അപ്പുറത്തേക്ക് സ്പ്രെഡിങ് ചെയ്യുന്ന നുണ. ഇത് പണ്ട് കാലത്ത് ഒരാളൊരു നുണ പറഞ്ഞവനും കേട്ടവനും അവിടെ തീർന്നു. ഈ ഹദീസ് നമ്മൾ ആലോചിച്ച 14 നൂറ്റാണ്ട് മുമ്പ് നബി തങ്ങൾ ഇന്നത്തെ വാട്സപ്പിനെ പറ്റിയല്ലേ, നമ്മുടെ ഫേസ്ബുക്ക് മീഡിയകളെ പറ്റിയല്ലേ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. യുഹദ്ദിസു ബിൽ കിദ്ബ ഹത്താ തബ്ലുഗൽ ആഫാഖ്. ഉഫ്കുൻ ജംഉ ആഫാഖ്. സീമകൾ, ചക്രവാള സീമകൾ അപ്പുറത്തേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന നുണ പറയുന്നവർ. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരാൾ നുണ പറഞ്ഞവനും കേട്ടു അവിടെ തീർന്നു. പിന്നെ അടുത്ത ആളുകൾ എത്തണം, ഇവൻ അങ്ങോട്ട് പോയി പറയണം, അല്ലെങ്കിൽ ആ ആളുകൾ കേൾക്കണം. അല്ലാതെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ലോകം മുഴുവൻ എത്തൂല. ഇന്ന് അങ്ങനെയല്ല. ഇവിടെ നിന്ന് കാസർഗോഡ് പള്ളിപ്പുഴക്കകത്തുനിന്ന് വാട്സപ്പിൽ ഒരു പച്ച നുണ എഴുതി, അവൻ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാം. പച്ച നുണ എഴുതിയിട്ട് അത് ഫോർവേഡ് ചെയ്യുക. 250 ആളുടെ ഗ്രൂപ്പിൽ ഒരുത്തൻ അമേരിക്കയിൽ, ഒരുത്തൻ കാനഡയിൽ, ഒരുത്തൻ ഗൾഫിൽ, ദുബായിൽ, അല്ലെ കോഴിക്കോട്, തിരുവനന്തപുരത്ത്, എവിടെയൊക്കെ ഉള്ള ആളുകളാണോ അവിടെയൊക്കെ എത്തും. എത്ര മൈക്രോ സെക്കൻഡ്. അതാ പറഞ്ഞത് ചക്രവാള സീമകൾക്കപ്പുറത്തേക്ക് പരിലസിക്കുന്ന, പടർന്ന് പന്തലിക്കുന്ന പച്ച നുണ പറയുന്നവരാണ് ഈ വിഭാഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നുണ പറയുന്നത് അവസാനിപ്പിക്കാം. ഒരാളെ പറ്റും എന്ത് ചെയ്യണ്ട, കുറ്റം പറയണ്ട, നുണ പറയണ്ട. അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ. നമ്മുടെ സമയം 11:30. ഏഴാമത്തെ വിഭാഗം നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന, അല്ലാഹുവിന്റെ പരലോകത്തിലോട്ട് കടന്നു വരുന്ന ഏഴാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനാ പറയുന്നത്. പടച്ചവനെ, വായ്ക്കകത്ത് നാവുകളില്ലാത്ത രൂപത്തിലോ നാവില്ലാത്ത രൂപത്തിലാ കടന്നു വരുന്നത്. അല്ലാ, എന്തൊക്കെയോ പൊട്ടന്മാര് പുലമ്പുന്ന പോലെ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കുന്നു, എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കുന്ന രൂപത്തിലോ അല്ലാഹുവേ നാളെ പരലോകത്തിലേക്കാ കടന്നു വരുന്നത്. അവരാരാന്നറിയുവോ? തൗബ ചെയ്യാതെ മരിച്ചുപോയവരാട്. തെറ്റ് ചെയ്ത് തൗബ ചെയ്തില്ല, ഇങ്ങനെ നിരന്തരം തിന്മകളുടെ പിന്നാലെ നടന്നു. പക്ഷേ തൗബ ചെയ്യാതെ അല്ലാഹുവിലേക്കങ്ങ് മരിച്ചുപോയവരാ. ആ വിഭാഗം ഈ രൂപത്തിലോ നാളെ റബ്ബിന്റെ പരലോകത്തിലേക്ക് കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, നാളെ പടച്ചവന്റെ പരലോകത്തിലേക്കാ കടന്നു വരുന്നത്. എട്ടാമത്തെ വിഭാഗം ആരാന്നറിയുവോ? തലകീഴായിട്ടാ കടന്നു വരുന്നത്. പടച്ചവനെ നാളെ പരലോകത്തിലോട്ട് കടന്നു വരുമ്പോ 2 കാലുകളും മുകളിലേക്കാട്, ഭൂമിയിൽ തലയുണ്ട്. തല കുത്തിയിട്ട് ഇങ്ങനെ അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് വരുന്നു. അവരാരെന്നറിയുവോ? മുആദ്. അവരാരാന്നറിയുവോ? മുആദ്. അവർ വ്യഭിചാരം ചെയ്തവരാണ്, വ്യഭിചാരത്തിന്റെ പിന്നാലെ നടന്നവരാണ്, വ്യഭിചാരം ചെയ്തവരാ മുആദ്. എന്റെ പ്രിയമുള്ളവരെ, പച്ച വ്യഭിചാരത്തിന്റെ പിന്നാലെ നടന്നു പോയെങ്കിലോ പൈസ വരുന്നതിന്റെ അഹങ്കാരമാകുമ്പോ, അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ധാരാളം പണത്തിന്റെ ഹുങ്ക്, ആ അഹങ്കാരം മനസ്സിൽ കൊണ്ടുവന്നിട്ട് വിചാരത്തിന്റെ വീഥികളിലേക്കെന്ന് സഞ്ചരിക്കുമ്പോ നാളെ പരലോകത്തിലേക്കോ തലകുത്തിയിട്ട് കടന്നു വരേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ്? തലകുത്തനെ വരും അവർ ചെയ്തു പോയ തിന്മ, വ്യഭിചാരം ചെയ്തവരായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് ബോധം തരട്ടെ. അല്ലാഹു നമ്മൾക്ക് ബോധം തരട്ടെ. നാളെ പരലോകത്തിലേക്ക് വരുന്ന 9ാമത്തെ വിഭാഗം, പടച്ചവനെ അല്ലാഹുവേ നാളെ റബ്ബിന്റെ പരലോകത്തിലോട്ട് കടന്നു വരുന്ന 9ാമത്തെ വിഭാഗം ആരാന്നറിയുവോ? പടച്ചവനെ, കറുകറുത്ത കണ്ണുകളാണല്ലോ, കറുകറുത്ത കണ്ണുകളാണല്ലോ. പടച്ചവനെ, വയറ് നിറയെ തീയാണല്ലോ, വയറ് നിറയെ തീയാണല്ലോ. ആ രൂപത്തിൽ നാളെ
പരലോകത്തിലേക്ക് വരികയാണ്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. ആ വിഭാഗം ആരെന്നറിയുവോ? മുആദ് യഅകുലൂന അംവാലൽ യതമാ, യതീമിന്റെ മുതൽ തിന്നുപോയവരാണ്. യതീമിന്റെ മുതൽ തിന്നുപോയവരാണ്. യതീമിന്റെ മുതൽ അപഹരിച്ചു പോയവരാണ്. അവരാണ് നാളെ പരലോകത്തില് ഈ രൂപത്തിൽ കടന്നു വരിക. നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വിഭാഗം? യതീമിന്റെ മുതൽ തിന്നുപോയവർ. പാവപ്പെട്ട യതീമിന്റെ മുതൽ യതീമിനിക്കുള്ളതാണ്. മൂത്ത ജ്യേഷ്ഠന്മാരുണ്ട്. വാപ്പ മരിക്കുമ്പോ ചെറിയ മക്കളാണ്. മുതൽ ഓഹരി ചെയ്യുമ്പോ അവിടെ തുല്യത പാലിച്ചില്ല. മൂത്ത ആളുകൾ നല്ല നല്ല ഭൂമി കയ്യാളി. ഈ യതീമക്കൾക്ക് ഒന്നിനും കൊള്ളാത്ത ഭാഗം എഴുതി വെച്ചു. ഇങ്ങനെ യതീമിന്റെ മുതലിൽ വഞ്ചനയും തിരിമറിയും തോന്നിവാസവും കാട്ടിക്കഴിഞ്ഞ നാളെ റബ്ബിന്റെ പരലോകം മറന്നു പോകരുത്. അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ. 10ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കാളയുടെ രൂപമാണ് അവർക്ക്. പല്ലുകൾ പുറത്തേക്ക് നീണ്ടിട്ടുണ്ട്. ആ പല്ലുകളാണ് കാളക്കൂറ്റന്റെ 2 കൊമ്പുകളായി വളരുന്നത്. നാവ് പുറത്തേക്ക് വലിച്ചു നീട്ടിയിട്ടുണ്ട്. മാത്രമല്ല ചുണ്ടുകൾ 2ഉം തടിച്ചു പോയിട്ടുണ്ട്. നാവ് പുറത്തേക്ക് വലിച്ചു നീട്ടിയിട്ടുണ്ട്. അങ്ങനെ വയറ് വരെ അവന്റെ നാവെത്തിയിട്ടുണ്ട്. അവന്റെ മുഖത്ത് എന്റെ പ്രിയമുള്ളവരെ 2 കൊമ്പുകളുണ്ട്. ആ രൂപത്തിൽ നാളെ പരലോകത്തിലേക്ക് വരുന്നു. 2 കണ്ണിനും കാഴ്ചയില്ല. 2 കണ്ണിനും കാഴ്ചയില്ല. പല്ലുകൾ പുറത്തേക്ക് വലിച്ചു നീട്ടിയിട്ടുണ്ട്. ചുണ്ടുകൾ തടിച്ചു പോയിട്ടുണ്ട്. നാവ് വയറ് വരെ വലിച്ചു നീട്ടിയിട്ടുണ്ട്. ആ രൂപത്തിൽ നാളെ പരലോകത്തിലോട്ട് കടന്നു വരുന്ന 10ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഹൗലാഇല്ലദീൻ യശ്റബൂനൽ ഖംറാ, കള്ളു കുടിച്ചു പോയവരാണ്. മദ്യപിച്ചു പോയവരാണ്. മദ്യപാനികളാണ്. കള്ളിന്റെ പിന്നാലെ നടന്നു പോയവരാണ്. എന്റെ പ്രിയമുള്ളവരെ, പാപങ്ങൾ മനുഷ്യന്മാർക്ക് സ്വാഭാവികമാണ്. സംഭവിക്കുന്നത് സ്വാഭാവികമാണല്ലോ. അല്ലാഹു തആല തൗബയുടെ വാതിൽ തുറന്നു വെച്ചതാണ്. അതുകൊണ്ട് തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ. അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് അയാളെ മാറ്റി നിർത്തിയ, അയാളെ തമ്മാടിയാണെന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവനെ അങ്ങ് മാറ്റി നിർത്തുന്ന ശീലമുണ്ടല്ലോ, പാടില്ല. ഏത് വലിയ തെറ്റുകാരനാണെങ്കിലും ഏത് വലിയ തമ്മാടിയാണെങ്കിലും അവരെ ചേർത്ത് നിർത്തിയിട്ട് അവരോട് നല്ലത് പറഞ്ഞാലല്ലാതെ ഒരാളും നല്ലതിലേക്ക് വരികയില്ലല്ലോ. അതുകൊണ്ട് തെറ്റുപറ്റിയെന്ന് കരുതിയിട്ട് ഒരാളെയും നമ്മൾ മാറ്റി നിർത്താൻ പാടുള്ളതല്ല. ഒരു തെറ്റുപറ്റി എന്ന് കരുതി എന്ത് ചെയ്യാ ആൾക്കാരെ മാറ്റി നിർത്തുന്നത്? 70% അവൻ തെറ്റുകാരനാണ്. പക്ഷെ 30% അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ എന്തിനാണ് അവനെ മാറ്റി നിർത്തുന്നത്? ആ നല്ലതിന്റെ പേരിൽ അവനെ ചേർത്ത് നിർത്തണം. അങ്ങനെ പറഞ്ഞിട്ട് അവനെ നന്മയിലേക്ക് കൊണ്ടുവരണം. അല്ലേ? നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് 90% നല്ലത് ചെയ്യുന്ന ആളാണ്. ഒരു 10% വല്ലപ്പോഴും ഒരു തിന്മ പറ്റിപ്പോകും. അതിന്റെ പേരിൽ അയാൾ അങ്ങോട്ട് പറഞ്ഞിട്ട് വഷളാക്കി അയാൾ ഒന്നിനും പറ്റാത്തവനാക്കിയിട്ടുള്ള ഒരു തരം സമീപനം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയുണ്ട്. അതൊരിക്കലും പാടുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, 70% അവന് തെമ്മാടിയാ, 30% അവൻ നന്മ ചെയ്യുന്നുണ്ട്. ആ നന്മയുടെ പേരിൽ അവനെ ചേർത്ത് നിർത്തണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ഈ ഉമ്മത്തിനെ നന്നാക്കിയത്. പിറന്നു വീണത് പെണ്ണാണ്, കുഴിച്ചു മൂടിയൊരു സമൂഹമാണ്. ആ സമൂഹമാണ് ഏറ്റവും ഉത്തമ സമൂഹമായി മാറിയത്. എല്ലാ തെറ്റുകാരെയും ചേർത്ത് നിർത്തി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിന്റെ പേരിൽ ഒരാളെയും മാറ്റി നിർത്തിയില്ല. തെറ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെയും അല്ലാഹുവിന്റെ റസൂൽ മാറ്റി നിർത്തി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഒറ്റ സംഭവം ഞാൻ പറഞ്ഞുതരാം. അബ്ദുള്ള എന്ന സ്വഹാബിയുടെ പേര് നമ്മളെപ്പോലത്തെ ആളല്ല, സ്വഹാബിയാണ്. അള്ളാന്റെ റസൂലിനോട് വല്ലാത്ത ഇഷ്ടമാണ് ആ മനുഷ്യൻ. വളരെ സാധുവാണ്, പച്ചപ്പാവം, 5 പൈസല്ല. അങ്ങാടിയിൽ വല്ല സ്പെഷ്യൽ സാധനമൊക്കെ എത്തിയാൽ നേരെ അദ്ദേഹം എന്ത് ചെയ്യും, അവിടെ പോകും. എന്നിട്ട് ആ സാധനം വാങ്ങിയിട്ട് റസൂലുള്ളാഹിക്ക് കൊടുക്കും. ഇങ്ങനത്തെ സ്വഭാവമുള്ളവൻ. ഇയാളുടെ അടുത്ത് പൈസ കൊടുക്കാനുണ്ടാവൂല, പൈസ റസൂലുള്ളാഹിനെ കൊണ്ട് കൊടുപ്പിക്കും. എന്നാലും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയങ്കര സ്നേഹം നബി തങ്ങളോട്. ഒരിക്കൽ മദീനത്ത് നല്ല ഒരു സ്പെഷ്യൽ തുണി വന്നു. ഷാമിൽ നിന്നോ മറ്റോ വളരെ മനോഹരമായൊരു തുണി വരുന്നു. വേറൊറ്റ മുതൽ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ഒരു സാധനമല്ല. ഇദ്ദേഹം അറിഞ്ഞു. ഇദ്ദേഹത്തെ എല്ലാവരും ഹമീർ, ഹമ്മാർ എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ ആളുകൾ ഓമനപ്പേരിട്ട് വിളിക്കുന്നത്. ഭയങ്കര ക്ഷമയുള്ള ആള് എന്നർത്ഥത്തിലാണ് അങ്ങനെ ആളുകൾ വിളിക്കുന്നത്. അഹ്മർ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ നേരെ അങ്ങാടിയിൽ ഈ തുണി വന്നതറിഞ്ഞു. നേരെ അങ്ങാടി ചെന്നു, ആ തുണി വാങ്ങി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വരെ ഒന്ന് വരണം, പൈസ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു തരാം. ഇദ്ദേഹം നേരെ മുണ്ട് വാങ്ങിച്ചു, റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. വീട്ടിൽ വന്നു, വാതിൽ മുട്ടി. നബി തങ്ങൾ വന്നു, റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് തുണി വെച്ചു കൊടുത്തു. യാ റസൂലല്ലാഹ്, നബി അങ്ങേക്കുള്ള ഹദിയയാണിത്, അങ്ങേക്കുള്ള ഹദിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തുണി റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ അതിന്റെ പൈസയൊന്ന് കൊടുക്കണം നബിയേ. റസൂലുള്ളാഹി ചോദിച്ചു, അല്ല ഇത് നീ എനിക്ക് ഹദിയായിട്ട് തന്നതല്ലേ, പിന്നെ ഞാൻ എന്തിനാ പൈസ കൊടുക്കുന്നത്? അപ്പൊ പറഞ്ഞു, നബി എന്റെ കയ്യിൽ പൈസ അല്ല നബിയെ, പക്ഷെ അങ്ങാടിയിൽ ഇങ്ങനെ ഒരു നല്ല തുണി വന്നപ്പോ വേറെ ആരും ഉടുക്കരുത്, അത് റസൂലുള്ളാഹി തന്നെ ഉടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചു വന്നത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി അതിന് പൈസയും കൊടുത്തു. അത്രയ്ക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടമുള്ള ഒരു സാധു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇടയ്ക്കിടെ ഒരു സ്വഭാവക്കേടുണ്ട്. ഇടയ്ക്കിടെ അദ്ദേഹം വീശും, ഇടയ്ക്കിടെ അദ്ദേഹം മദ്യപിക്കും. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഉടനെയുള്ള കാലമാണ്, സ്വഹാബിയാണ്. ഇടയ്ക്കിടെ അദ്ദേഹത്തിന് ഈ ദുശീലം ഉണ്ടായിരുന്നു. ഒരിക്കൽ മദ്യപിച്ചു, റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ശിക്ഷ നടപ്പിലാക്കി പറഞ്ഞയച്ചു. രണ്ടാമതും ഇദ്ദേഹം മദ്യപിച്ചു, രണ്ടാമതും കൊണ്ടുവന്നു, ശിക്ഷ നടപ്പിലാക്കി പറഞ്ഞു വിട്ടു. മൂന്നാമതും ഈ മനുഷ്യനെ കൊണ്ടുവന്നു. മൂന്നാമതും ഈ മനുഷ്യൻ മദ്യപിച്ചു എന്നറിഞ്ഞു. റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നു, ഈ മനുഷ്യന് ശിക്ഷ നടപ്പിലാക്കി പറഞ്ഞു വിട. ആ നേരത്തൊരു സ്വഹാബി അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോയി, പടച്ചോനെ ഇയാൾക്കൊരു നാണോ ഇല്ല, എത്ര വട്ട ഇയാൾ മദ്യപിക്കുന്നത്, എത്ര വട്ട ഇയാൾ കള്ളുടിക്കുന്നത്. ഒരു സ്വഹാബിയല്ലേ അദ്ദേഹം. അല്ലാഹു ആ മനുഷ്യനെ ശപിക്കട്ടെ, എത്ര വട്ടമാണ് ഇയാളെ മദ്യപിക്കുന്നത്. അക്സറമാ യുതാ ബിഹി അഖ്സാഹുല്ലാഹ് ലഅനഹുല്ലാഹ്. നാണമില്ലാതെ എത്ര വട്ടമാണ് അയാള് മദ്യപിക്കുന്നത്. അല്ലാഹുവേ ആ മനുഷ്യനെ ശപിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ശാപം ആ മനുഷ്യനിൽ ഉണ്ടാകട്ടെ. ഒരു സ്വഹാബി അറിയാതെ പറഞ്ഞു പോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ അങ്ങനെ പറയില്ലേ സ്വഹാബാ, അങ്ങനെ പറയില്ലേ സ്വഹാബാ. കാരണം ആ മനുഷ്യന് അല്ലാഹനെ ഇഷ്ടമാണ്, അല്ലാഹുവിന്റെ പ്രവാചകരോട് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് ശാപത്തിന്റെ വാക്ക് പറയില്ലേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ തെമ്മാടിയാണെന്ന്, മദ്യപാനിയാണ്, മദ്യപിച്ചതിന്റെ പേരിൽ അത് പറഞ്ഞത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഈ വാക്ക് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ പറയരുത്. കാരണം ആ മനുഷ്യനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ എന്ത് നോക്കിക്കണ്ടു? നന്മ നോക്കിക്കണ്ടു. ഒരാള് നല്ല നന്മ ചെയ്യുന്ന ആളാണ്, ഒരുപാട് നന്മ, ഒരു തെറ്റ് വന്നാൽ മതി അവൻ പിന്നെ കാലാകാലം തെമ്മാടിയാണ്. ഈ ഒരു ചിന്താഗതി മുഅ്മിനീങ്ങളെ നമ്മൾ മാറ്റണം. ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ മുഴുവനും മാറ്റി നിർത്തി സമൂഹത്തിൽ ആരാ ഉള്ളത്?
ആനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് പറയാറുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന് ശേഷം തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരാരാണ്? തെറ്റ് ചെയ്യാത്തതായി ആരാണുള്ളത്? ആരാണ് തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരായിട്ടുള്ളത്? അതുകൊണ്ട് തിന്മ വരുമ്പോഴേക്ക് മനുഷ്യന്മാരെ മാറ്റി നിർത്താൻ നിൽക്കരുത്. ചെറുപ്പക്കാരെ ഭാഗത്ത് തിന്മ കാണുമ്പോഴേക്ക് അവരെ തെമ്മാടിയായി ചിത്രീകരിച്ചു. ഒരു കല്യാണാലോചന വരുമ്പോ അടച്ചവനെ അവനെ പറ്റിയിട്ടില്ലാത്തത് മുഴുവനും അങ്ങ് പറയുകയാണ്, ഇല്ലാത്തത് പറയുകയാണ്. ഇങ്ങനെ എത്രയോ ആലോചനകൾ നല്ല നല്ല കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന ആലോചനകൾ ഇങ്ങനെ മുടങ്ങി പോവുകയാണ്. എത്രയോ പേര് സങ്കടം പറയുന്നതാണ്. മുഅ്മിനീങ്ങളെ നമ്മൾ അറിയാത്ത കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? 4 കൊല്ലം മദ്യപിച്ചു, ഇപ്പൊ ആ മനുഷ്യൻ നല്ലവനാണ്. പിന്നെ എന്തിനാണ് പഴയകാലം പറയുന്നത്? എന്തിനാ പഴയകാലം പറയുന്നത്? ആര് ഈ പറയുന്ന മനുഷ്യന്മാര് ഒന്ന് ചുരണ്ടി നോക്കിയാൽ മതി, അവരെ ജീവിതത്തിലെ ഉടായ്പകളുടെ ഒരു കൊട്ട അങ്ങനെ മുന്നേക്ക് കടന്നു വരും. ഈ വലിയ ഡയലോഗ് അടിക്കുന്ന മനുഷ്യന്മാർ അല്ലേ, അവരെ ലൈഫ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരണ്ടി നോക്കിയാൽ പഴയ കാലത്ത് ഒരുപാട് പോക്കിരിത്തരങ്ങൾ ഉടായ്പകളും വരും. ഇതൊക്കെ അവിടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടാണ് നാട്ടുകാരൻ ഇങ്ങനെ നന്നാക്കി നടക്കുക. സകല ആളുകൾ കുറ്റം പറയാം. നന്നാക്കണമെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി പറയാം, അതല്ലാതെ നാട്ടുകാരോട് പറയാനേ പാടില്ല. ഒരാളെ പറ്റി നാളെ പരലോകത്ത് കൊടുങ്ങും. ആരാണ് പരമദരിദ്രവാസി എന്ന് ഒരിക്കൽ റസൂലുള്ളാഹി ചോദിച്ചു. സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, നബിയെ മല്ലാ ദീനാറ വലാ ദിർഹമ, മല്ലാ ദീനാറ വലാ ദിർഹമ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അല്ല, ദിർഹമും ദീനാറും ഇല്ലാത്തവരല്ല. ആരാണ് പരമദരിദ്രവാസി എന്നറിയോ? ആരാണ് പാപ്പരായവൻ എന്നറിയോ? ആരാണ് ഒന്നുമില്ലാത്തവൻ എന്നറിയുമോ? നാളെ പരലോകത്തിലേക്ക് ചില ആളുകളെ കൊണ്ടുവരപ്പെടുകയാണ്. അവർക്ക് നമസ്കാരമുണ്ട്, അവർക്ക് നോമ്പുണ്ട്, എല്ലാ നല്ല സൽക്കർമ്മങ്ങളുമുണ്ടല്ലോ. പക്ഷേ അല്ലാഹു തആല നന്മകൾ മുഴുവനും തൂക്കിയിട്ട് അവരെ സ്വർഗത്തിലേക്ക് പോകാൻ റെഡിയാകുമ്പോ ഒരുപാട് ആളുകൾ റബ്ബിന്റെ മുന്നിലേക്ക് വരികയാണ്. അല്ലാഹുവേ, ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന്റെ മുന്നേ ഞങ്ങൾക്ക് നീതി തരണേ അല്ലാ, ഞങ്ങൾക്ക് നീതി തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ റബ്ബിന്റെ മുന്നിലേക്ക് വരികയാ. അല്ലാഹുവേ, ഇയാൾ എന്നെ ചീത്ത പറഞ്ഞു, അല്ലാഹുവേ ആ മനുഷ്യൻ എന്നെ കുറ്റം പറഞ്ഞു, അല്ലാഹുവേ ആ മനുഷ്യൻ എനിക്കെതിരെ ഇല്ലാത്ത കഥ പറഞ്ഞു. റബ്ബേ, ഞാൻ കള്ളുകുടി നിർത്തി തൗബ ചെയ്തിരിക്കെ പിന്നെയും എന്നെ തമ്മാടിയാക്കി. റബ്ബേ, അല്ലാഹുവേ, ഞാൻ വ്യഭിചാരം ചെയ്തവനാണ്, പക്ഷെ ഞാൻ തൗബ ചെയ്തു. റബ്ബേ, ഈ മനുഷ്യൻ എന്നെ വ്യഭിചാരിയാക്കി നാട്ടുകാരോട് പറഞ്ഞു, എനിക്ക് നീതി തരണേ അല്ലാ. അല്ലാഹുവിനോട് പറയുമ്പോ ഈ മനുഷ്യന്റെ നന്മയല്ല, സ്വർഗത്തിലേക്ക് പോകാൻ റെഡിയായ മനുഷ്യന്റെ നന്മകളെല്ലാം എടുത്തു കൊടുത്തിട്ട് അവരുടെ തിന്മ ഇയാൾക്ക് കൊടുക്കുമെന്ന്, ഇയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരാണ് പാപ്പരായ ആളുകളെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. വലിയ തലേക്കെട്ടുണ്ട്, വലിയ തൊപ്പിയുണ്ട്, ജുബ്ബുണ്ട്, ഒക്കെ ഉണ്ട്. എന്താ പരിപാടി? മനുഷ്യന്മാരെ കുറ്റം പറയാം അല്ലേ? ഈ നിസ്കാരം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. മനുഷ്യന്മാരെ വേദനിപ്പിക്കുന്ന പരിപാടി എടുത്തോ, അവൻ വെറുതെ അമല് ചെയ്യാം, യാതൊരു സംശയവും ഇല്ല അല്ലേ? ഒരാളെ കാര്യം നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരവാദിത്തം അല്ലാഹു പറഞ്ഞു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ വലത്തെ എടുത്ത് മലക്കുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ തെറ്റ് ചെയ്താ നീ നോക്കണ്ട, മലക്ക് നോക്കിക്കോളും. നിനക്കത് നന്നാക്കാൻ പറ്റുമെങ്കിൽ നേരിട്ട് പോയി പറയടാ, മോനെ ചെയ്ത് തെറ്റായി പോയി, ഞാൻ ഈ ആരോടും പറയുന്നില്ല കേട്ടോ,
അങ്ങനെ പറഞ്ഞിട്ട് ചേർത്ത് നിർത്ത്, അവൻ നന്നാകും. അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് വാട്സപ്പിൽ അതോ ഇങ്ങനെ സംഭവം അത് വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുക, നാട്ടുകാരോട് മുഴുവൻ പറയാ. ഇങ്ങനെയുള്ള സ്വഭാവം പാടുള്ളതല്ല. ഏത് തെറ്റുകാരോടും നബി തങ്ങൾ സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. ഏത് വലിയ തിന്മ ചെയ്ത ആളാകട്ടെ അവരോടൊക്കെ സ്നേഹത്തോടെ മാത്രമേ റസൂലുള്ള പെരുമാറിയിട്ടുള്ളൂ. അവർക്ക് സഹായിച്ചു, അവരെ ചേർത്ത് നിർത്തി, അവരെ ചുംബിച്ചു. ഒരിക്കൽ ഒറ്റ സംഭവം കൂടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു അറാബിയായ മനുഷ്യൻ മുത്ത് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരികയാണ്. അയാളെ ചോദ്യം എന്താ? യാ റസൂലല്ലാഹ് ഇസ്സൻ ലീ ബിസിനാ, നബിയെ വ്യഭിചാരത്തിന് അനുവാദം തരുമോ യാ റസൂലല്ലാഹ്? എന്താ ചോദിക്കണത്? നബിയെ വ്യഭിചരിക്കാൻ അനുമതി തരുമോ? ആരോട്? അള്ളാഹിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മുത്തുനബി തങ്ങളോടാ ചോദിക്കണത്. എന്ത്? വ്യഭിചാരത്തിന് അനുവാദം തരുമോ? പച്ച വ്യഭിചാരം തോന്നിയാസം ചെയ്യാൻ അനുമതി തരുമോ എന്ന് നമ്മളോടല്ല, മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നബിയെ വ്യഭിചാരത്തിന് അനുവാദം തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന്റെ ചോദ്യം അങ്ങ് കേൾക്കുകയാ. റസൂലുള്ളാഹ് മനുഷ്യനോട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞില്ല, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞില്ല, സ്വഹാബികൾക്കിടയിൽ വഷളാക്കിയില്ല. ആ മനുഷ്യന്റെ നെഞ്ചഭാഗത്ത് തടവുകയാണ്. എന്നിട്ട് പറഞ്ഞു, മോനെ അല്ലാഹു തആല നിനക്ക് പുറത്തു തരട്ടെ, അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞതൊക്കെ റബ്ബ് പുറത്തു തരട്ടെ, അല്ലാഹു നിന്റെ ഖൽബ് ശുദ്ധമാക്കി തരട്ടെ. എന്നിട്ട് റസൂലുള്ളാഹ് പറഞ്ഞു, മോനെ എന്നോട് എനിക്ക് ചില ക്വസ്റ്റ്യനുകൾ ചോദിക്കാനുണ്ട്, എനിക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എന്താ നബിയെ? ചോദിച്ചോ? റസൂലുള്ളാഹ് ചോദിച്ചു, മോനെ നിനക്ക് ഉമ്മയുണ്ടോ? ഉണ്ട് നബിയെ, എനിക്ക് ഉമ്മയുണ്ട്. എടാ മോനെ, നിന്റെ ഉമ്മായെ വേറൊരാള് വ്യഭിചരിക്കുന്നത് എനിക്ക് ഇഷ്ടാവോ? ഇല്ല നബിയെ, എനിക്ക് ഇഷ്ടമാവുകയില്ല. ചോദിച്ചു, മോനെ നിനക്ക് ഭാര്യയുണ്ടോ? ഉണ്ട് നബിയെ, എനിക്ക് ഭാര്യയുണ്ട്. നിന്റെ ഭാര്യയെ വേറൊരാള് വ്യഭിചാരം ചെയ്യുന്നത് നിനക്ക് പൊരുത്തമാണോ? ഇല്ല നബിയെ, എനിക്ക് പൊരുത്തമല്ല. ചോദിച്ചു, മോനെ നിനക്ക് പെങ്ങളുണ്ടോ? ഉണ്ട് നബിയെ, എനിക്ക് സഹോദരിയുണ്ട്, പെങ്ങളുണ്ട്. നിന്റെ പെങ്ങളെ വേറൊരുത്തൻ വ്യഭിചരിച്ചാ നിനക്കത് ഇഷ്ടാകുമോ? ഇല്ല നബിയെ, എനിക്കത് പൊരുത്താകൂല. അപ്പൊ റസൂലുള്ളാഹ് പറഞ്ഞു, അങ്ങനെയാണല്ലോ, അപ്പൊ നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ്, നീ എന്നോട് ചോദിച്ചത് വ്യഭിചാരത്തിനല്ലേ? നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ, അതേതോ ഒരു പിതാവിന്റെ മകളാണല്ലോ, ഏതോരുത്തന്റെ ഭാര്യയാകാമല്ലോ, ഏതോരുവന്റെ പെങ്ങളാകാമല്ലോ. നിന്റെ ഭാര്യയും നിന്റെ പെങ്ങളും നിന്റെ മാതാവും വ്യഭിചരിക്കപ്പെടുന്നത് നിനക്കിഷ്ടമല്ലാത്ത പോലെ അവർക്കും അത് പൊരുത്തമാകുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അതങ്ങ് പറഞ്ഞപ്പോ ഈ മനുഷ്യനവിടന്ന് കരയുകയാ. യാ റസൂലല്ലാഹ്, നബിയെ അറിയാതെ പറഞ്ഞു പോയതാണ്, അറിയാതെ പറഞ്ഞു പോയതാ നബിയെ, മാപ്പ് തരണം നബിയെ, മാപ്പ് തരണം നബിയെ എന്നവിടന്ന് പറയുകയാണ്. എന്നിട്ട് അറാബിയായ മനുഷ്യന് റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ അങ്ങയുടെ മുന്നിലേക്ക് വരുമ്പോ എന്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അത് വ്യഭിചാരമായിരുന്നു, പക്ഷേ ഇന്നെനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് അത് വ്യഭിചാരമാണ് നബിയേ. ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം വ്യഭിചാര, ഇപ്പൊ പോകുമ്പോ എനിക്ക് ഏറ്റവും വെറുപ്പ് വ്യഭിചാരാണ്. റസൂലുള്ളാഹ് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞില്ല, ചേർത്ത് നിർത്തിയിട്ട് തോളോട് തോള് ചേർത്തോ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ പ്രബോധനം ചെയ്യേണ്ടത്. ഒരാളെയും നോക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. മറ്റുള്ളവന്റെ തെറ്റുകളും കുറ്റങ്ങളും നോക്കി നടന്ന് സ്വന്തം ആഖിറം നഷ്ടപ്പെടുത്തുന്നതിന്റെ പകരം അറിയുന്ന തിന്മകളാണെങ്കിലും തെമ്മാടിത്തരമാണെങ്കിലും അവരോട് പറയുക എന്നല്ലാതെ വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നാളാഖിറത്തിൽ നമ്മൾ കഷ്ടപ്പെടുന്ന നമ്മുടെ അമല് നമ്മളെ കയ്യിൽ നിന്ന് പോകും. നിങ്ങളെ ആഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ. 11ാമത്തെ വിഭാഗമുണ്ടല്ലോ,
പറയുന്നല്ലോ, നാളെ പരലോകത്തിലോട്ട് കടന്നു വരുന്ന 11ാമത്തെ വിഭാഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന, നാളെ പരലോകത്തില് ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന, ഏറ്റവും അധികം സങ്കടപ്പെടുന്ന വിഭാഗമാണല്ലോ, ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന വിഭാഗമാണല്ലോ അല്ലാഹുവിന്റെ പ്രവാചകനാ പറയുന്നത്. എന്റെ മുഅ്മിനീങ്ങളെ കേട്ടുകൊള്ളുക, നാളെ റബ്ബിന്റെ പരലോകത്തില് ഏറ്റവും സങ്കടത്തോടെ കടന്നു വരുന്ന 11ാമത്തെ വിഭാഗമുണ്ടല്ലോ. മുത്തുനബി തങ്ങളാ പറയുന്നത്, മുആദേ, റബ്ബിന്റെ പരലോകത്തിലേക്ക് അതാ കടന്നു വരുന്നു. അലാ ജുദാമൻ വബറസാ. ആണുങ്ങളെ പെണ്ണുങ്ങളെ മനസ്സറിഞ്ഞു കേട്ടോ, പരലോകത്ത് ഏറ്റവും പ്രയാസപ്പെടുന്ന, ഏറ്റവും സങ്കടപ്പെടുന്ന വിഭാഗമാ പറയുന്നത്. 10 വിഭാഗം നമ്മൾ പറഞ്ഞു, ഇനി 11ാമത്തെ വിഭാഗമാ പറയാൻ പോകുന്നത്. അല്ലാഹുവിന്റെ പരലോകത്തിലോ ഏറ്റവും നാണം കെട്ടുകൊണ്ട് കടന്നു വരുന്ന വിഭാഗമാണല്ലോ. അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനാ പറയുന്നത്. വെള്ളപ്പാണ്ട് ബാധിച്ചിട്ടുണ്ട്, ശരീരം മുഴുവനും കുഷ്ഠരോഗമാണ്, അതിൽ നിന്ന് വെന്ത് നീറുകയാണ്. അല്ലാഹുവേ, ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുണ്ട്. അല്ലാഹുവേ, എന്തോ ഒരു രൂപമാണ്, വ്രണങ്ങളും മാന്തി ചൊറിയുന്ന രൂപത്തില് ചൊറിഞ്ഞു മാന്തിയിട്ട് അല്ലാഹുവേ സ്വസ്ഥതയില്ലാതെ, അല്ലാഹുവേ സ്വസ്ഥതയില്ലാതെ ഖബറിൽ നിന്ന് നാളെ പരലോകത്തിലേക്ക് എഴുന്നേറ്റ് വരികയാണ്. അവരാരാ? മാതാപിതാക്കളെ വെറുപ്പിച്ചവരാ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരാണ്, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയവരാ. പ്രിയമുള്ളവര്, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളെ വളർത്തി വലുതാക്കി നമുക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ചെയ്തെങ്കിലോ അവരുടെ മനസ്സിന് വേദന കൊടുത്താ അല്ലാഹുവിന്റെ പരലോകം വിജയിക്കില്ല. അത് പ്രഭാഷകനാകട്ടെ, എഴുത്തുകാരനാകട്ടെ, എന്റെ പ്രിയമുള്ളവരെ, കമ്മിറ്റിക്കാരാകട്ടെ, ഉസ്താദാകട്ടെ, മന്ത്രിയാകട്ടെ, ഏത് വലിയ അവറുകളാണെങ്കിലും നാളെ പരലോകത്തില് മാതാവിന്റെ പൊരുത്തമില്ലാതെ സ്വർഗം കിടക്കുകയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വവസ്സൈനൽ ഇൻസാന വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു തആല വസിയത്ത് ചെയ്തു, അല്ലാഹു തആല വസിയത്ത് ചെയ്തു, മനുഷ്യന്മാരോട് വസിയത്ത് ചെയ്യുകയാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. ഏത് വലിയ സ്വഹാബിയാണെങ്കിലും ഉമ്മാന്റെ പൊരുത്തമില്ലെങ്കിലും ഈ ലോകത്തുനിന്ന് സന്തോഷത്തോടെ മരിക്കുകയില്ല. ഒരു അറാബിയായ മനുഷ്യൻ വന്നു അല്ലാഹുവിന്റെ പ്രവാചകരോട്, യാ റസൂലല്ലാഹ്, നബിയേ, പൊന്നാര നബിയേ, എന്റെ ഉമ്മയും എന്റെ ഉപ്പയും ഒന്ന് പറയണം നബിയേ, അവരെ പറ്റി ഒന്ന് പറയണം നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മാ ജന്നതുക വനാറുക, നിന്റെ ഉമ്മ നിന്റെ നരകമാണ്, നിന്റെ വാപ്പ നിന്റെ നരകമാണ്, നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാണ്, നിന്റെ വാപ്പ നിന്റെ സ്വർഗമാണ്. അറാബി ചോദിച്ചു, നബിയേ, എങ്ങനെയാണ് എന്റെ വാപ്പ നരകമാകുന്നത്, എങ്ങനെയാണ് ഉമ്മ നരകമാകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്ന, മോനെ, ഉമ്മാന്റെ മനസ്സിന് വേദന കൊടുത്താ, വാപ്പാന്റെ മനസ്സിന് വേദന കൊടുത്തെങ്കിലോ നാളെ പരലോകത്തെ നരകമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്രയെത്ര കഷ്ടപ്പാടാ സഹിക്കുന്നത്. കുഞ്ഞുനാളില് പാതിരാത്രി 3 മണിക്കോ 4 മണിക്ക് നമ്മൾ കരഞ്ഞപ്പോ ഉമ്മ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്നില്ലേ, താരാട്ട് പാട്ടുപാടിയില്ലേ, ഒരു നിലക്കും അവരുടെ മനസ്സ് വേദനിച്ചിട്ടില്ല, അവരുടെ കൽബ് തളർന്നു പോയില്ല. രാരീരോ രാരാ
രാരിരോ രാരിരോ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് രാരിരോ 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 പാട്ടുപാടിയിട്ട് നമ്മളെ ഉണർക്കി നമ്മുടെ പൊന്നുമ്മ ഒരാളും ശമ്പളം പോലും കൊടുത്തില്ല. എന്റെ പ്രിയമുള്ളവരെ, എത്രയാ കഷ്ടപ്പെടുന്നത്. രോഗം വന്നപ്പോ കൂട്ടുകിടന്നല്ലോ, പാതിരാത്രി കരഞ്ഞപ്പോ കൂടെ കരഞ്ഞല്ലോ. അല്ലാഹുവേ, അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയതാണ്. ജോലിക്ക് പോകുന്നവരില്ലേ, വൈകുന്നേരം നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ വന്നിട്ട് പറയാറില്ല ഇക്കാ സാധനങ്ങൾ വാങ്ങിയോ ഇക്കാ. മക്കള് വന്നിട്ട് പറയും വാപ്പാ മിഠായി വാങ്ങിയോ വാപ്പാ. ആ നേരത്തെ അടുക്കളയിൽ നിന്ന് പാവപ്പെട്ട ഉമ്മോടി വന്നിട്ട് കൈ പിടിച്ച് ചോദിക്കുന്നു, മോനെ നീ വല്ലതും കടിച്ചോടാ, നിനക്ക് വിശക്കുന്നില്ലേ, നിനക്ക് വിശപ്പില്ലേടോ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് നട്ടപ്പാതിരാക്ക് വന്നാലും ഏത് സമയത്ത് വന്നാലും നമുക്ക് ചോറ് വിളമ്പി തരുന്ന സ്നേഹത്തോടെ വർത്തമാന വാക്കുകൾ പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അവരെ മനസ്സിന് വേദന കൊടുക്കല്ലേ. ഞാൻ അവസാനിപ്പിക്കാ പോവുകയാണ്. അവസാനമായി നിങ്ങളോട് പറയുകയാണ്, ഉമ്മാന്റെ കൽബിന് വേദന കൊടുത്തെങ്കിലോ നാളെ പരലോകത്തു രക്ഷപ്പെടില്ല. ഫോണ് വിളിക്കുമ്പോ വൈകുന്നേരം പാതിരാത്രി 12 മണിക്ക് അങ്ങാടിയിലൂടെ നമ്മൾ നടക്കുമ്പോ ഉമ്മ നമ്മുടെ ഫോണിലേക്ക് വിളിക്കുമ്പോ ഉമ്മയാ വിളിക്കുന്നതെന്നറിഞ്ഞ അത് കട്ട് ചെയ്യാറുണ്ടല്ലോ, അത് വേണ്ടാന്ന് വെക്കാറുണ്ടല്ലോ. ഫോൺ എടുത്തുകൊണ്ട് ഉമ്മാനോട് ദേഷ്യപ്പെടാറുണ്ടല്ലോ. അല്ലാ, നമ്മൾ വീട്ടിൽ വരാതെ ഉമ്മാക്ക് ഉറക്കം വരാതെ നമ്മളെ വിളിക്കുമ്പോ, സ്നേഹത്തോടെ വിളിക്കുമ്പോ നല്ലപോലെ പ്രതികരിച്ചില്ലെങ്കിലോ ആ ഉമ്മയങ്ങ് മരിച്ചു പോകുമ്പോ ആരടി മണ്ണിലേക്ക് വെക്കുമ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാനടക്കം ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ മോനെ മോളെ എന്ന വിളിയാളം നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമുക്കത് സഹിക്കാൻ കഴിയുമോ? ഈ സദസ്സിൽ പലരുടെയും ഉമ്മ ഖബറിലല്ലേ, പലരുടെയും വാപ്പ ഖബറിലല്ലേ. എന്തോരം കഷ്ടപ്പാടുകളാണ് അവർ സഹിക്കുന്നത്. ജീവിതം മുഴുവനും ഗൾഫിൽ കൊണ്ടു ചെന്നു, അങ്ങനെ വിദേശിയായി പ്രവാസിയായി കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിച്ചു. അല്ലാഹുവേ, മരിച്ചുപോയ എത്രയെത്ര വാപ്പമാരാ ഉമ്മമാരാ ഈ സദസ്സില്. നിങ്ങളിൽ തന്നെ പലരുടെയും വാപ്പ ഖബറിലല്ലേ, പലരുടെയും ഉമ്മ ഖബറിലല്ലേ. മനസ്സിലേക്ക് വരുന്നില്ലേ മോളെ മോനെ എന്ന ഉമ്മാന്റെ വിളിയാളം വരുന്നില്ലേ? അതുകൊണ്ട് വേദനിപ്പിക്കല്ലേ, മനസ്സിന് സങ്കടം കൊടുക്കല്ലേ.